എൻ്റെ പേര് അഖിൽ, അഖിൽ രാജ്. എൻ്റെ അച്ഛൻ എപ്പോഴും ഒരു കാര്യം പറയാറുണ്ടായിരുന്നു. അഖിൽ, നിന്റെ കൂടെ ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും, നീ ദുഃഖിച്ചാലും സന്തോഷിച്ചാലും ശരി, ഇവിടെ ആരും തന്നെ സ്ഥിരമല്ല. ബട്ട് ദ ഷോ മസ്റ്റ് ഗോ ഓൺ. ഇതാണ് എൻ്റെ അച്ഛൻ എനിക്ക് പഠിപ്പിച്ചു തന്ന പാഠം. അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ സിമ്പിളാ. മൈ ഡാഡ്, മൈ ഹീറോ. ഈ ലോകത്തിൽ ഞാൻ എത്ര വലിയ അഖിൽ രാജ് ആണെങ്കിലും പക്ഷെ ഒരാൾ മാത്രമാണ് വളരെ സ്നേഹത്തോടെ എന്നെ അഖിൽ എന്ന് വിളിച്ചിരുന്നത്. അതാണ് എൻ്റെ അമ്മ. ഞാൻ തീരെ കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ അമ്മയോട് ഒന്നിനെപ്പറ്റി ചോദിച്ചിരുന്നു. അമ്മേ, അക്കിര എന്ന് പറഞ്ഞാൽ എന്താ? അമ്മ അന്ന് എനിക്ക് തന്ന മറുപടി എനിക്കപ്പോ മനസ്സിലായില്ല. പക്ഷെ ഞാനത് അന്വേഷിച്ച് നടന്നു. ആ യാത്രയെപ്പറ്റി നിങ്ങൾക്കറിയണ്ടേ? സാഹിതി, അത് വെറും 3 അക്ഷരം മാത്രമായിരുന്നില്ല. മൈ ലവ്, മൈ ലൈഫ് എല്ലാമായിരുന്നു അവൾ. അങ്ങനെ ഞാൻ സ്നേഹിച്ച പെണ്ണിനെ കല്യാണം കഴിക്കേണ്ട ദിവസം വന്നു. ഇനിയുള്ള എൻ്റെ ലൈഫിലെ ഓരോ സെക്കൻഡും അവൾ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ച് ആ ഒരു സന്തോഷത്തിൽ എക്സൈറ്റ്മെന്റോടുകൂടി ഞാൻ പോവുകയായിരുന്നു. പക്ഷേ അവിടെ നടന്നത് മറ്റൊന്നായിരുന്നു. ആരുമില്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ 2 പേര് മാത്രം, ഏതെങ്കിലും ഒരു അമ്പലനടയിൽ വെച്ച് നമ്മൾ സാഹിത്യ എന്നെ വിട്ടുപോയതിനു ശേഷം ആ വിഷമം എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. എനിക്കാരുമില്ലെന്ന് തോന്നിപ്പോയി. അപ്പോഴാണ് അവളെയും അവളുടെ ഓർമ്മയും രണ്ടും മറക്കാൻ ആ സ്ഥലത്തേക്ക് പോകാൻ ഞാൻ തീരുമാനിച്ചു. ആ സമയത്തൊക്കെ എൻ്റെ കൂടെ വന്നവരാണ് എൻ്റെ ഫ്രണ്ട്സ്. സാഹിതി, ഇന്ന് എന്റെ ഫ്രണ്ടിന്റെ ജീവിതത്തിൽ നിന്നും, അവന്റെ ഹാർട്ടിൽ നിന്നും, അവന്റെ മനസ്സിൽ നിന്നും, അവന്റെ ജീവിതത്തിൽ നിന്നും എല്ലാം ഞാൻ എടുത്തോണ്ട് പോയി. അവനെ ഞങ്ങൾ സമാധാനിപ്പിച്ചോണ്ടിരിക്കുകയാണ്. എല്ലാരും ബായ് എന്ന് പറയുന്നേ.
തന്നെയാ കരയുന്നത്. നിന്നെ മാത്രമല്ല, ആരെയും സമാധാനിപ്പിക്കാനുള്ള ഒരു അവസ്ഥയിലല്ല ഞാനിപ്പോൾ ഉള്ളത്. രാവിലെ മുതൽ കണ്ണീരും കൈയുമായി ബീച്ചിലിരുന്ന് ഞാൻ തളർന്നു പോയി. എന്തൊക്കെയായാലും ഒരു പെൺകുട്ടിയല്ലേ കരയുന്നത്. ഒന്ന് സമാധാനിപ്പിച്ചില്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം കിട്ടില്ല. 5 മിനിറ്റിനുള്ളിൽ നിന്റെ പ്രോബ്ലം എന്താണെന്ന് പറ. 3 മിനിറ്റ് കൊണ്ട് ഞാനത് സോൾവ് ചെയ്യാം. അവനെന്താ? അവൻ ഞാനില്ലാതെ സന്തോഷിച്ചിരിക്കുക. ഞാനാ ഈ ബീച്ചിലിരുന്ന് കരയുന്നത്. അവൻ എന്നെ ഇട്ടിട്ട് പോയതല്ല എന്റെ വിഷമം. വെറും 2 മാസം കൊണ്ട് 2 വർഷത്തിന്റെ സ്നേഹം സ്വൈപ്പ് ചെയ്ത് കൊണ്ടുപോയി ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. നിന്നെ തേച്ചിട്ട് പോയവൻ ആരാണെന്നെങ്കിലും എന്നോടൊന്ന് പറയാൻ പറ്റുമോ? സഞ്ജയ്. ഓ, സഞ്ജയ്. ഈ തേപ്പുകാരുടെ പേരൊക്കെ എസ്സിലാണല്ലോ തുടങ്ങുന്നത്. എന്നെ എന്തിനാ വീണ്ടും അവനെ ഓർമ്മിപ്പിക്കുന്നേ? ഞാനോ? ഓഹോ, ഇനി ബ്രേക്കപ്പ് ഞാനാ ചെയ്തെന്ന് ഇവള് പറയൂ? ഇത് വേഗം തന്നെ സോൾവ് ചെയ്യണം. ഇപ്പോ നിനക്ക് സഞ്ജയെ മറക്കണം എന്നല്ലേ പറയുന്നേ? ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ മറപ്പിക്കാം. വാ. Really? വാ. Okay, okay. അല്ല, നിന്നെ തേച്ചിട്ട് പോയതിന്റെ പേരെന്താ പറഞ്ഞേ? സഞ്ജയ്. സഞ്ജയ്. ഒരു 3 തവണ പറയും. സഞ്ജയ്, സഞ്ജയ്, സഞ്ജയ്. എടാ സഞ്ജയ്, ഇന്ന് മുതൽ ഇവളുടെ മനസ്സിൽ നിന്നും എല്ലാത്തിൽ നിന്നും തന്നെ 5 സെക്കൻഡ് കൊണ്ട് നീ മാഞ്ഞു പോകും. ബൈ ബൈ സഞ്ജയ്. സഞ്ജയ് പോയി. സാഹിത്യം ഇല്ലാതൊരു ജീവിതമില്ലെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. നോ, അതിനപ്പുറം വേറൊന്നുണ്ടെന്ന് എനിക്ക് കാണിച്ചു തന്നു ഈ ലവ്. ബീച്ചിൽ നിന്ന് കിട്ടി തിരമാലയായി എന്റെ ജീവിതത്തിൽ അലയടിച്ചു. ലൈക്ക് എ വേവ്. Hey, Akhil. What happened? You're not with me. ഞാൻ ആരാന്നറിയുന്നുണ്ടോ? Yes. Yes. ലാവണ്യ. Yes, Yeah, Lavanya. അതെ. Look into my eyes and kiss me. So, നീ സാഹിത്യം ഇതുവരെ മറന്നിട്ടില്ല. No more സാഹിത്യ. I don't want any more relationship in my life. എന്തിനെങ്ങനെ ചിരിക്കുന്നേ? നിന്നോട് ചോദിച്ച കേട്ടില്ലേ? നീ സാഹിത്യം മുഴുവനായിട്ട് അങ്ങ് മറന്നിട്ടില്ല എന്നുള്ള കാര്യം നീ അറിയുന്നുണ്ടോ? നിന്നെ എന്നെ നോക്ക്, എന്റെ കണ്ണിലേക്ക് നോക്ക്. സാഹിത്യം ഇല്ല, ഇല്ലെന്ന് പറഞ്ഞില്ലേ? നിനക്കെന്റെ കണ്ണി നോക്കിയിട്ട് മനസ്സിലായില്ലേ? ആ നോക്ക്. ചേട്ടാ, എനിക്കൊരു പെണ്ണ് വേണം ചേട്ടാ. അപ്പൊ നീ വയസ്സറിയിച്ചു അല്ലേ? ഒരുത്ത സ്നേഹിക്കുന്ന പെണ്ണിനെ അവരെ കഷ്ടപ്പെടുത്തി ഈ ബോട്ടിലെടുത്തവന്റെ മണ്ടക്കിട്ടൊന്ന് കൊടുത്ത് ആ പെണ്ണിനെ പൊക്കിക്കൊണ്ട് വരാൻ എനിക്ക് ആഗ്രഹമുണ്ട് ചേട്ടാ. പ്ലീസ്.
അവരൊക്കെ ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഓരോ മുഖത്തിലും ബാഡ് ടെൻഷൻ ഉണ്ടായിരുന്നു. സ്ട്രേഞ്ചേഴ്സ്, ബാഡ് ഇന്റൻഷൻസ് ലീഡ് ടു ഫൈറ്റ്. ഫൈറ്റ് ചെയ്യാനുള്ള ഒരേ ഒരു കാരണം ലവ്. അഖിൽ, നീയാണോ ഇപ്പോ വഴക്കുണ്ടാക്കിയത്? ഹേ, എന്താ? ഞാൻ അവരുടെ കൂട്ടത്തിലുള്ളതാന്ന് വിചാരിച്ചോ? അവര് നല്ല മൂക്കറ്റ വെള്ളം അടിച്ചിട്ടുണ്ടാവും. നീ ഒന്ന് പോയി തൊട്ടതിന് അവരങ്ങ് താഴെ വീണതായിരിക്കും. കുറച്ചേരം ഒന്ന് സോ എങ്ങനെയോ ബാംഗ്ലൂർ പെണ്ണും ബാംഗ്ലൂർ പയ്യനും ഗോവയില് ഫ്രണ്ട്സ് ആയി. അത് ശരി, ഇനി എപ്പോഴാ കാണുന്നേ? പെട്ടെന്ന് കാണാം. ചതിക്കപ്പെട്ട നമുക്ക് രണ്ടുപേർക്കും ഏത് സമയത്ത് വേണേലും കാണാലോ. വെരി ഫണ്ണി. എനിവേസ്, ടേക്ക് കെയർ, ബൈ, സീ യു. അഖിൽ, I want to give you a big hug. ഗോവയിൽ നിന്ന് ഫ്രണ്ട്സിനെ ഡ്രോപ്പ് ചെയ്ത് നേരെ വീട്ടിലേക്ക് വന്നു. അവിടെ എനിക്ക് വേണ്ടി ഒരു സർപ്രൈസ്, ഷോക്കിംഗ്. എന്താണെന്നറിയില്ല. ഐ ഡോണ്ട് നോ. അഖിൽ, നീ വന്ന ഗേറ്റ് തുറക്കരുതെന്ന് പറഞ്ഞത് ഞാനായിരുന്നു. നീ ഒരാഴ്ച എവിടെയായിരുന്നു എന്ന് ചോദിക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല. അത് പറയേണ്ട പ്രായമല്ല നിനക്ക്. കഴിഞ്ഞ 26 കൊല്ലം നീയായിട്ട് ജീവിച്ചിട്ടില്ല. ഇന്നെൻ്റെ സേവിങ്സ് ബ്രേക്ക് ചെയ്യാനുള്ള സിറ്റുവേഷൻ നീയാണ് ഉണ്ടാക്കിയത്. ഞാൻ പ്രതീക്ഷിച്ച ഒരു ക്വാളിറ്റിയും നിൻ്റെ അടുത്തില്ല. നിനക്ക് കുറച്ച് ഉത്തരവാദിത്വമൊക്കെ വന്ന് ബിസിനസ്സിൽ എന്നെ സഹായിച്ച് എൻ്റെ പ്രഷർ കുറച്ച് കുറയ്ക്കുമെന്ന് കരുതി. പക്ഷേ ആവശ്യമില്ലാത്ത ടെൻഷനൊക്കെ ഉണ്ടാക്കി നീ എൻ്റെ പ്രഷർ കൂട്ടുകയാണ്. 4 കൊല്ലമായിട്ട് ഈ കമ്പനിയിൽ നീ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞ് എന്നെ കളിപ്പിക്കുകയായിരുന്നു. ഞാൻ നിനക്ക് തന്ന സമയം തീർന്നിരിക്കുന്നു. സോ ഇനി നിൻ്റെ ജീവിതം നിൻ്റെ ഇഷ്ടം പോലെ തന്നെ നിനക്ക് ജീവിക്കാവുന്നതാണ്. ഓൾ ദി ബെസ്റ്റ്. ഒരു കാര്യം കൂടി നീ അറിഞ്ഞിരിക്കണം. നിൻ്റെ കയ്യിൽ പേഴ്സ് ഉണ്ടാവാം, പക്ഷെ അതിൽ പണമുണ്ടാവില്ല. ATM കാർഡ് ഉണ്ടാവാം, പക്ഷെ ബാലൻസ് ഉണ്ടാവില്ല. കാരണം നീ ആഗ്രഹിക്കുന്ന ലൈഫ് ലീഡ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഇതൊക്കെ വായിച്ചതിന് ശേഷം ആ കാറിൻ്റെ താക്കോൽ നീ വാച്ച്മാൻ്റെ അടുത്ത് കൊടുക്കുമെന്ന് എനിക്കറിയാം. ഞാൻ UK നിന്ന് വരുമ്പോൾ നീ വീട്ടിൽ ഉണ്ടാവില്ലെന്നുള്ള കാര്യവും എനിക്കറിയാം. പ്ലീസ് ഡു ഇറ്റ്.
ഇതുപോലൊരു ജീവിതം എനിക്കുണ്ടാകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഐ വാസ് കംപ്ലീറ്റ്ലി ബ്ലാങ്ക്. ആ സമയത്ത് എനിക്ക് ഓർമ്മ വന്ന ഒരു പേരാണ് സുമൻ, മൈ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്. സുമാൻ, നീ ഉണ്ടടാ എനിക്ക്. മച്ചാനെ, നിന്നെ ഞാനിപ്പോ വിളിക്കാൻ ഇരുന്നേ ഉള്ളൂ, അപ്പോഴാ നീ വിളിച്ചത്. അഖില, നിനക്കൊരു സർപ്രൈസിംഗ് ന്യൂസ്. എന്താ? ഞാൻ, ഹർഷ, നിവി, റീതു എല്ലാരും യുഎസിലേക്ക് പോകാൻ പോവാ. വിസ കിട്ടാൻ 15 ദിവസം വൈകുന്നാണ് വിചാരിച്ചത്. ഇന്നലെ തന്നെ കിട്ടിയെന്ന്. അത് വീട്ടിൽ പോയപ്പോഴാ മനസ്സിലായത്. എനിക്കറിയാം അഖിലെ, ഇതറിഞ്ഞാ നീ എത്രത്തോളം സന്തോഷിക്കുന്ന കാര്യം അല്ലേടാ. അതുപോലെ നീ എന്തോ കാര്യം പറയണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. എന്താണ് അത്? എന്താന്ന് പറയടാ. ഒന്നുമില്ലടാ, എല്ലാവരും വീട്ടിലേക്ക് സേഫായി എത്തിയൊന്ന് അറിയണമെന്ന് തോന്നി. എടാ, ഞങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ടല്ലോ നിനക്ക്. മിസ്സിയുടെ മച്ചു. ബൈ. ടേക്ക് കെയർ. ലാവണ്യ, ഹലോ. ഹലോ ദേവദാസ്, സുഖം തന്നെയല്ലേ? എന്താന്നറിയില്ല അഖിൽ, നീ പോയത് മുതൽ എനിക്ക് ആരും ഇല്ലാത്തതുപോലെ തോന്നുക. ഞാൻ അതും ആലോചിച്ച് ബാംഗ്ലൂർ വരെ എത്തി. നീ എങ്ങനെ വരുമെന്നൊന്നും എനിക്ക് അറിയണ്ട. ഇനി 1/2 മണിക്കൂറിനുള്ളിൽ എനിക്ക് നിന്നെ കാണണം. ഫൈനലി. എടോ ദേവദാസ്, എന്തിനാ മോന്തയും വിറപ്പിച്ചിരിക്കുന്നേ? വെൻ ലാവണ്യ ഈസ് ഹിയർ, നോ ഫിയർ. നമ്മള് രണ്ടുപേരും മീറ്റ് ചെയ്തത് ഒരു ആക്സിഡന്റ് ആയിരിക്കാം, പക്ഷെ അതിന്റെ പേർപ്പസ് വേറെ ആയിരിക്കാം. അന്ന് ഞാൻ റോഡിലായിരുന്നു, ഇപ്പൊ ദേ നീയും. ലൊക്കേഷൻ ചേഞ്ച്, പക്ഷെ സെയിം സിറ്റുവേഷൻ. ഈ ഫ്ലാറ്റില് ഞാൻ മാത്രമേ ഉള്ളൂ. അച്ഛനമ്മയും യുഎസിലാ. നിന്റെ അച്ഛനും അമ്മയും വരുന്നത് വരെ നിനക്ക് ഇവിടെ താമസിക്കാലോ. ഇതാ, ദിസ് ഇസ് ഫോർ യു. ചിയേഴ്സ്. ഹേ, വെയിറ്റ്. ഇവിടെ വേണ്ട, എന്റെ ഫേവറേറ്റ് സ്പോട്ട് ഉണ്ട്, വാ കാണിക്കാം. അഖിൽ, എന്റെ ലൈഫില് വല്ലാതെ ബോറടിച്ചപ്പോ ഞാൻ ഒരുത്തി മാത്രം ഇവിടെ വന്ന് വെള്ളം അടിച്ച് എന്നെ കുറിച്ച് മാത്രം സംസാരിച്ചോണ്ട് പഴയ സോങ്സും കേട്ടോണ്ട് ഇവിടെ തന്നെ വന്നങ്ങ് ഇരുന്നോളും. നീ വന്നതിന് ശേഷം എല്ലാം നാശായി പോയി. ഹേ കൂൾ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. യു നോ വാട്ട് അഖിൽ, നീ എന്റെ ലൈഫില് വന്നതിന് ശേഷം I feel so good, അറിയോ? സോ നിന്റെ ഫാമിലിയെ കുറിച്ച് പറ. എനിക്കെന്റെ ലൈഫിലുള്ളത് എന്റെ അച്ഛൻ മാത്രമാണ്. മോം? അമ്മയുണ്ട്, പക്ഷെ ഫോട്ടോയില്ല. ഓ ഗോഡ്, ഐ എം സോ സോറി അഖിൽ. ഐ എം റിയലി സോറി. ഇറ്റ്സ് ഓക്കെ. ലവ്, നിന്റെ അച്ഛനമ്മ യുഎസിലാണല്ലോ, പിന്നെ നീ എന്തിനാ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നത്? ഉണ്ടാവുമല്ലോ നിന്നെ പോലെ റോഡിൽ വന്ന് നിൽക്കുന്നവര്. അവർക്കൊക്കെ ഷെൽട്ടർ കൊടുത്തോണ്ടേയിരിക്കും. ഓഹോ. ഹേ, ഞാൻ വീണ്ടും തമാശ പറഞ്ഞതേ ഉള്ളൂ. ശരിക്കും എന്താന്നറിയോ, ചെറുപ്പം മുതലേ എനിക്ക് സിനിമ എന്ന് പറഞ്ഞ ഭ്രാന്താ. ഫിലിം ഡയറക്ട് ചെയ്യണം എന്നുള്ളത് എന്റെ ലൈഫ് ടൈം ആംബിഷനാ. അച്ഛനും അമ്മയ്ക്ക് താല്പര്യമില്ല, ബട്ട് വാട്ട് ടു ഡു. ലാവണ്യക്ക് എന്താണ് ഇഷ്ടം അത് മാത്രമേ ചെയ്യുള്ളൂ. ഐ വോണ്ട് ടു ബി എ ഫിലിം ഡയറക്ടർ. ഒരു ചെറിയ പടം ചെയ്ത് ഒരു വലിയ ഡയറക്ടറായി തീരാന്നുള്ളതാണ് എന്റെ സ്വപ്നം. നീ അടിപൊളി ഒരു വലിയ ഡയറക്ടർ. That's so sweet of you. ഇത് നിനക്ക് എങ്ങനെയാടാ പറ്റുന്നത്? ഇത്ര പെട്ടെന്ന് എന്റെ ലൈഫിന് തന്നെ ഡയറക്ഷൻ തന്ന് നീയാണ്. അപ്പൊ പിന്നെ നീ ഡയറക്ടർ ആകാണ്ടിരിക്കുവോ? ശരി, ഞാൻ എഴുതിയ കഥ കേൾക്കുന്നോ? ഓക്കെ. ഓപ്പൺ ചെയ്താൽ
ലാവണ്യ, ആ രണ്ട് തുണിയുടെ ഇടയിൽ കൂടെ ഞാൻ വരട്ടെ. ലാവണ്യ, ലാവ്, ജൽദി ഉട്ടാവോ. എഴുന്നേറ്റ് വന്നതാ ഇവിടെ ഒരു ഉമ്മതാ. മേരെ ജാൻ, വേഗം എഴുന്നേക്ക്. ലാവോ. എടാ തടിയാ, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? എന്റെ പൊന്നെ, ചേട്ടന്റെ മുഖത്ത് തല്ലിയപ്പോ എന്റെ മോളുടെ കൈ വേദനിച്ചോ? ഞാനാണ് നിന്നെ കെട്ടാൻ പോണ പയ്യൻ. കൃത്യസമയത്ത് തന്നെ ഞാൻ നിന്നെ വന്ന് കണ്ടു. പെട്ടെന്ന് ആരെങ്കിലും വന്നിട്ട് നിന്നെ പൊക്കിയെടുത്തുണ്ടങ്ങ് പോയാ പിന്നെ എന്റെ ഗതി എന്താകും മുത്തേ? എടാ, എന്തിനാടാ എന്നെ ഫോളോ ചെയ്തോണ്ടിരിക്കുന്നത്? ഞാൻ എന്നാ പറഞ്ഞ നിന്നെ എനിക്ക് ഇഷ്ടമാണെന്നുള്ളത്? നിനക്കും എനിക്കും എങ്ങനെയാടാ മാച്ച് ആവുന്നത്? എന്റെ പൊന്നെ, പ്രേമത്തിന് കണ്ണില്ലെന്ന് പറയുന്നത് സത്യം തന്നെയാ. പ്രേമത്തെ കുറിച്ച് അറിയാനേ എന്നെ പ്രേമിക്കുന്ന നിന്റെ കണ്ണിലുണ്ടല്ലോ നല്ല തിളക്കത്തോടെ ദീപാവലിക്ക് കത്തിക്കുന്ന പൂത്തിരി പോലെ ഉണ്ടല്ലോ, ഇങ്ങനെ തിളങ്ങി നിൽക്കുവല്ലേ എന്റെ മുത്തേ. ഈ തങ്കക്കുടത്തിനെ എനിക്ക് ഒരിക്കലും കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ എവിടെയെങ്കിലും ഞാൻ പോകും 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 പോകും. പൊന്നെ, പാർവതിയുടെയും ജയറാമിന്റെയും നടുക്ക് ദേ കുതിരവട്ടം പപ്പുനെ പോലെ ഒരുത്തൻ. ആരടാ 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 ആരടാ? എന്റെ ഫ്രണ്ടാ. എടാ, നീ ഇങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല. ഇപ്പൊ അതൊക്കെ എന്തിനാ നീ അറിയുന്നേ? കുട്ടികള് കുട്ടികളുടെ സ്ഥാനത്ത് വേണ്ടി നിൽക്കാൻ. ചെല്ല്, പോയി ജോഗിങ് ചെയ്യാം. പോ പോ. അഖിൽ, കം, ലെറ്റ്സ് ഗോ. ക്യൂട്ട് ബോയ്. ഇപ്പൊ അവൻ എങ്ങനെയാ ദേഷ്യം പിടിക്കുന്നെന്ന് നോക്കിക്കോ. I am not dummy. എനിക്കൊരു ഡൗട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ നിന്റെ കൂടെ ഒരുത്തർ ഉണ്ടായിരുന്നല്ലോ, അവൻ ആരാണെന്ന് എനിക്ക് ഇപ്പൊ തന്നെ അറിയണം. പറയില്ലല്ലോ. വഴിവിട മാട്ടെ, നീ എന്നാ പണ്ണുവേ? വഴിവിട മാട്ടെ പൊന്നേ, ബുള്ളി, പൊന്നേ. അങ്ങനെ ടെൻഷൻ തീർന്നു. ബുള്ളി, കാലു നൊന്തോ? അവൻ ആരാന്നല്ലേ നിനക്ക് അറിയണ്ടേ? അവൻ എന്റെ അമ്മയുടെ, ചേച്ചിയുടെ, ചേട്ടന്റെ, അനിയന്റെ, ഭാര്യയുടെ അനിയന്റെ മോനാണ്. ഞാനൊരു ലിസ്റ്റ് അയക്കാം, അത് നീ ലിങ്ക് ചെയ്ത് നോക്കണം. അത്രേ ഉള്ളൂ. ഒന്ന് കൂട്ടി രണ്ടെണ്ണം കുറച്ച് എല്ലാം കൂടി കഴിയുമ്പോ അവസാനം കട്ട് ജീൻസ് ആയിട്ട് മാറിക്കോളും. മനസ്സിലായോടെ? എന്താടാ കട്ട് ജീൻസോ? എന്തെങ്കിലും ഒന്ന് വ്യക്തമായിട്ട് പറയടാ മരമണ്ട. എടാ, ചെറിയച്ഛന്റെയും വലിയച്ഛന്റെയും മക്കളെ പോലെ ആവോടേ. എനിക്ക് മനസ്സിലായല്ലയോ, മനസ്സിലായി. എന്റെ പൊന്ന്, തനി തങ്കോണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവളുടെ ഭാഗത്ത് നിന്ന് ഒറ്റ പ്രശ്നമുള്ളൂ, ഷോക്കിന് മേലെ ഷോക്ക്, ഷോക്കിന് മേലെ ഷോക്ക്. അവൾ അപ്പപ്പ തന്നോണ്ടിരിക്കുക, അത് ഞാൻ സന്തോഷത്തോടെ വാങ്ങിച്ചോണ്ടിരിക്കുക. എന്തായാലും നാളെ തൊട്ടൊരു ചെറിയ പേനാക്കത്തി കയ്യിൽ സൂക്ഷിക്കുന്നത് നല്ലതാ. അവക്ക് നന്നായിട്ട് ബോള് കിക്ക് ചെയ്ത് കേറ്റാൻ അറിയാം. കുഴപ്പമൊന്നുമില്ല. എനിക്കിപ്പോ കാപ്പി കുടിക്കാനുള്ള സമയമായി, അല്ലെങ്കിൽ തന്നെ ഷുഗർ ഉണ്ട്. ഇനി ഗ്യാസ് കൂടി കേറ്റാൻ എനിക്ക് വയ്യ. വരട്ടെ, ബൈ. ഈശ്വരാ, കാത്തോളണേ. ഓ ഷിറ്റ്, ലേറ്റ് ആയി. അഖിൽ, ഇന്ന് ഇൻഡസ്ട്രിയിലെ വലിയൊരു പ്രൊഡ്യൂസർ ആയിട്ട് മീറ്റിംഗ് ഉണ്ട്. എത്ര വലിയ ആളാണെങ്കിലും എന്താ, പോകുന്നതാരാ? ഞാനല്ലേ, ഈ ലാവണ്യ. എങ്ങനെങ്കിലും കഥ പറഞ്ഞ് അയാളെ ഇംപ്രസ് ചെയ്ത് വൈകുന്നേരം വന്ന് നിനക്ക് ട്രീറ്റ് തരാം. അത് മാത്രമല്ല, നീ പ്രായം തികഞ്ഞ ഒരു ചെക്കനല്ലേ. വീട്ടിലിരുന്ന് ടൈം വേസ്റ്റ് ചെയ്യല്ലേ. ചീത്തപ്പേര് എനിക്കാ കിട്ടുക. പിന്നെ അടുത്ത് തന്നെ ഒരു കോഫി ഡേ ഉണ്ട്. നല്ല നല്ല ചരക്കുകളൊക്കെ വരും. മൈൻഡ് റിഫ്രഷ് ആക്കി നല്ലോണം റെസ്റ്റ് എടുക്ക്. ഓക്കെ? അവിടെയല്ല, വീട്ടില്. വൈകുന്നേരം വന്നിട്ട് നിന്നെ പുറത്തു കൊണ്ടുപോവാം. ടേക്ക് കെയർ അഖിൽ. ഓക്കെ, ബൈ. ഒന്ന് നോക്കിക്കോണേ. ഇഡിയറ്റ്, വിഷ് ചെയ്യാനുള്ള കോമൺ സെൻസ് പോലും ഇല്ലേ? ഓൾ ദി ബെസ്റ്റ്. ബൈ. താങ്ക് യു. എക്സ്ക്യൂസ് മീ സർ.
എന്റെ പേര് ലാവണ്യ എന്നാ സർ. നിങ്ങളുടെ മാനേജറോട് ഞാൻ സംസാരിച്ചിരുന്നു. സാറ് വന്നോന്ന് അറിഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. സ്ക്രിപ്റ്റിന്റെ റേഷൻ കൊടുക്കാന്ന് കരുതി. സ്ക്രിപ്റ്റാ? വേറെ എന്തെങ്കിലും നടക്കുമെന്ന് ആലോചിക്കുമ്പോഴേ അവള് സ്ക്രിപ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. വരൂ കുട്ടി, ഇവിടെ ഇരിക്കൂ. താങ്ക് യു സർ. എന്താണാവോ കഥ? വെരി ഇൻട്രസ്റ്റിംഗ് കഥയാണ് സർ. നമ്മുടെ ഗാന്ധിജിയെ കുറിച്ചാ. ഓ, നമ്മുടെ ഗാന്ധിജിനെ കുറിച്ചാണല്ലേ? അതെ അതെ. ഇപ്പൊ തന്നെ മനസ്സിലായി നിങ്ങൾ എത്രത്തോളം ഗ്രേറ്റ് ആയിരിക്കും. താങ്ക് യു സർ. നീ എന്ത് കുന്തം കഥ പറഞ്ഞാലും എനിക്ക് ഇഷ്ടപ്പെടുന്നേ. ആ കഥ എന്താന്ന് വെച്ചാ പറ. സർ ഓക്കെ സർ. കഥ ഓപ്പൺ ആവുമ്പോ തന്നെ ട്രെയിൻ. അണ്ണ തെറ്റായി പോയണം, ഞാൻ പോവാ. ഇപ്പൊ എങ്ങനെയുണ്ട്? അല്ല, കഥയുടെ കാര്യം പറഞ്ഞതാ. ഒരു മിനിറ്റ്. ഓക്കെ സർ. ഹലോ ഡാ ചരക്ക, പുതിയ ഗസ്റ്റ് ഹൗസിലേക്ക് ഒരു ഡോള് വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞിരുന്നില്ലേ? അതങ്ങ് ക്യാൻസൽ ചെയ്തേക്ക്. എനിക്കൊരു പുതിയ ഡോള് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അതൊന്നുമില്ലെന്നേ. എന്റെ ഭാര്യക്ക് പുതിയ ഡോള് വാങ്ങിച്ചോണ്ട് വരുന്ന ഇഷ്ടമല്ല. അവള് നാട്ടിൽ പോവാൻ കാത്തിരിക്കും. അവള് പോയതിനു ശേഷം ഞാൻ പുതിയൊരു ഡോള് വാങ്ങിച്ചു വെക്കും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? സൂപ്പർ സർ. എന്നാ കഥ പറഞ്ഞു. ഓക്കെ സർ. സർ, അതേ കഥ ഓപ്പൺ ചെയ്യുമ്പോഴേ ട്രെയിൻ സ്ലോ മോഷനിൽ വന്ന് പതുക്കെ നിർത്തുന്നു. ട്രെയിൻ എങ്ങോട്ടാ പോകുന്നേ? ക്ലൈമാക്സിൽ ഗോഡ്സെ ഷൂട്ട് ചെയ്ത് കളയും സർ. അതാണ് സർ കഥ. സർ സർ കഥ കഴിഞ്ഞു സർ. ഇത്രയും പെട്ടെന്ന് കഥ കഴിഞ്ഞോ? നല്ല അടിപൊളി കഥയായിരുന്നു കേട്ടോ. ഓക്കെ സർ. എടാ ചക്ക, അതിങ്ങ് എടുത്തോണ്ട് വന്നേ. വേവട്ടെ. ഓ മൈ ഗോഡ്. ദേ നോക്കൂ കുട്ടി, ഇതെന്റെ സെന്റിമെന്റ് ആയിട്ടുള്ള വടിവാളാണ്. നീ എന്ത് ചെയ്യുന്നു എനിക്കറിയണ്ട. പക്ഷേ ഈ പടത്തിലുണ്ടല്ലോ, ഹീറോ ഈ വടിവാളം കൊണ്ട് വില്ലന്മാരെ ഓടിച്ചിട്ട് വെട്ടണം. പിന്നെ പടം സൂപ്പർ ഹിറ്റ് ആയിരിക്കും. പിന്നൊരു കാര്യം, കുട്ടി ഒരു കാര്യം ചെയ്യും. നാളെ എന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് വന്നേക്ക്. അവിടെ ചെറിയൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താന്ന് വെച്ചാ, നമ്മള് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അല്ലേ? അങ്ങനല്ല. ഡയറക്ടർ ഭാര്യയെ പോലെയും പ്രൊഡ്യൂസർ ഭർത്താവിനെ പോലെയാണെന്ന് എല്ലാരും പറയാറില്ലേ? അതാ ഞാൻ ഉദ്ദേശിച്ചത്. സമയായി, കുട്ടിയൊന്നും പോക്കോ, പിന്നെ കാണാം. നാളെ വരാൻ മറക്കല്ലേ? താങ്ക് യു. ദൈവമേ, ഇവിടെ എങ്ങനെങ്കിലും എനിക്ക് സെറ്റാക്കി തരണേ. Excuse me, your bill, sir? Yeah. Thank you, sir. Excuse me, sir. Your card is not working, sir. Give me 5 minutes, please. Sure, sir. നിന്റെ കയ്യിൽ പേഴ്സ് ഉണ്ടാവും, പക്ഷേ അതിൽ പണമുണ്ടാവില്ല. ATM കാർഡുണ്ടാവും, അതിൽ ബാലൻസ് ഉണ്ടാവില്ല. കാരണം നീ ആഗ്രഹിച്ച ലൈഫ് ലീഡ് ചെയ്യാൻ ഇനി എനിക്ക് താല്പര്യമില്ല. നീ പിന്നെ എന്റെ അവസ്ഥ കണ്ട് ചിരിക്കുവാണല്ലേ? ഓക്കെ, നിന്നെ നോക്കി ഞാൻ ചിരിക്കണ്ടെങ്കിൽ ഇതാ ഇത് പിടിക്ക്. വേണ്ട, വാങ്ങിക്ക്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വാങ്ങ്. താങ്ക് യു. അതിരിക്കട്ടെ, നീ പോയ കാര്യം എന്തായി? ഇനി ഒരിക്കൽ കൂടി കാശ് ചോദിച്ചാൽ തന്റെ തലമണ്ട അടിച്ചു പൊടിക്കും ഞാൻ. താലി കെട്ടി അവന്റെ മുഖത്തോക്കി അവള് പറഞ്ഞ കേട്ടില്ലേ? കൊന്നളയും ഞാൻ. എടോ, താൻ കെട്ടിയ താലിയുണ്ടല്ലോ, അത് താൻ തന്നെയല്ലേ മാർവാടി കടയിൽ കൊണ്ടുവച്ച് മൂക്കറ്റ കുടിച്ചത്. കള്ളുടിക്കാൻ 30 രൂപ വെച്ച് അവള് പറയണേട്ടില്ലേ? എങ്ങോട്ട് വാടി. തന്റെ കൂടെ ജീവിച്ച് എനിക്ക് മതിയായിടോ. താനൊന്നും ഒരിക്കലും നന്നാവില്ല. എനിക്ക് തന്നെ കാണണ്ട. പോയി തോലേ, എവിടെയെങ്കിലും പോയി തോലേ. എന്ന നീ തല്ലിയോ?
നീ നോക്കിക്കോ, ഒരു ക്വാർട്ടർ അടിച്ചിട്ട് വൈകിട്ട് ഞാൻ ഒരു വരവ് ഇങ്ങോട്ട് വരും. കണ്ടോ സാറേ, കെട്ടിയോനെടുത്തിട്ട് ഇടിക്കുന്ന ഇവളെ പോലുള്ള അടുത്തൊക്കെ നമ്മളെങ്ങനെ ജീവിക്കും? നോക്ക്, നിങ്ങൾ ഒത്തൊരുമയോടെ ജീവിക്കാൻ ശ്രമിക്കണം. അതിന് പറ്റില്ലെങ്കിൽ വിട്ടുകളഞ്ഞേക്ക്. എന്താ സാറേ പറയണേ? അവളെ പിരിഞ്ഞ് ഒരു നിമിഷം ഞാൻ ജീവിക്കില്ല. അവള് സ്നേഹമുള്ളവളാ. എന്നെ പോലെ കെട്ടിയിട്ട് അവളെ അനുഭവിക്കുക. ദേ ഇങ്ങോട്ട് നോക്കിയേ, ഞാൻ രാത്രി എവിടെ കുടിച്ചു പെടുത്ത് കിടന്നാലും കണ്ണുറക്കുന്ന എന്റെ വീട്ടിലായിരിക്കും. അവളെ പോലെ എന്നെ സ്നേഹിക്കാൻ മറ്റാരും ഈ ലോകത്ത് തന്നെ ഉണ്ടാവില്ല. ഞാനൊന്ന് വിഷമിച്ച അവളാകെ തകർന്നു പോകും സാറേ. സാറേ, അവൾ എന്നെ തല്ലും, തോഴിക്കും. അത് ആ സമയത്ത് തന്നെ തീരും. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മളെ ജീവന തുല്യ സ്നേഹിക്കുന്ന ഒരാളെ കിട്ടാൻ വലിയ പ്രയാസമാണ്. അങ്ങനെ ഒരാളെ കിട്ടിയാൽ അവരെ വിഷമിപ്പിക്കുന്നത് തെറ്റാ. അഥവാ അവരെ നമ്മൾ വിട്ട് കളഞ്ഞ അങ്ങനെ ഉള്ളൊരു വിഡ്ഢി ലോകത്ത് കാണില്ല. സാറേ, അവൾ എന്നെ ഇത്രയൊക്കെ അടിച്ചിട്ടും അവള് വിഷമിക്കുന്നത് കണ്ടോ? ഇതൊക്കെയാ സാറേ ജീവിതം. ഞാൻ വരട്ടെ സാറേ, ബൈ. നമ്മളെ ജീവന തുല്യ സ്നേഹിക്കുന്ന ഒരാളെ കിട്ടാൻ വലിയ പ്രയാസമാണ്. അങ്ങനെ ഒരാളെ കിട്ടിയാൽ അവരെ വിഷമിപ്പിക്കുന്നത് തെറ്റാ. എന്തു പറ്റി ഇവന്? ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. അതെ, ഹലോ, എന്തു പറ്റി നിനക്ക്? അയ്യോ, ഓക്കേ. ശരി, വെള്ളം കുടിക്ക്. എന്തിനാ ഇതൊക്കെ? ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു? അഖിൽ, യുവർ ഇൻ മൈ ടെറിട്ടറി. യുവർ മൈ റെസ്പോൺസിബിലിറ്റി. നിനക്ക് എന്ത് വേണം എന്ത് വേണ്ടെന്നുള്ളത് ഞാനായിരിക്കും ഡിസൈഡ് ചെയ്യുക, നീ അല്ല. ശരി, അറ്റ്ലീസ്റ്റ് എന്തിനാ ഇത് വാങ്ങിച്ചെന്നെങ്കിലും ഒന്ന് പറയേ. ഓക്കെ, എന്നാ നീ കേട്ടോ. നമ്മുടെ മനസ്സിന് ഒരുപാട് ഇഷ്ടം തോന്നുന്നവർക്ക് അവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചു കൊടുക്കുമ്പോ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നും. ഇപ്പൊ എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടമുള്ള ആളാരാന്ന് ചോദിച്ചാ അത് നീ തന്നെയാ. സോ റൂൾസ് പ്രകാരം നീ സന്തോഷിക്കുക വേണ്ടത്, ഡൗട്ട്സ് ചോദിക്കരുത്. എവിടെയാ സന്തോഷം എന്ന് കാണട്ടെ. എന്താ കേറുന്നില്ലേ? എനിക്കിവിടെ ഒരു 5 മിനിറ്റത്തെ പണിയുണ്ട്. നീ പോയിക്കോ, ഞാൻ വന്നോളാം. പോവാ, ഒന്ന് കേറുന്നുണ്ടോ? നമുക്ക് പിന്നെ കാണാം. യു ഗോ. എന്നാ ആയിക്കോട്ടെ, ബൈ. ലാവണ്യ എന്റെ മേൽ കാണിക്കുന്ന കൺസേൺ, അവൾ പറയുന്ന ഓരോ വാക്കുകളും, അതിലുള്ള സ്നേഹം, അതുകൊണ്ടാണ് എനിക്ക് അവളോട് ഒരുപാട് സ്നേഹമുള്ളതും. അവൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്ത് അവളുടെ മനസ്സിൽ സ്ഥാനം നേടാൻ ഞാൻ ആഗ്രഹിച്ചു. എന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ആഗ്രഹം സാധ്യമാക്കാൻ കഴിയുമായിരുന്നില്ല. അത് വെറും ആഗ്രഹമായി തന്നെ നിലകൊണ്ടു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ വോട്ടുകൾ നമ്മുടെ ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥിയായ ജനസേവകൻ ഗൻകുട്ടപ്പന് തന്നെ നൽകണം. ഇപ്രാവശ്യം ജയിക്കും തോന്നില്ലട്ടാ. ശരിയാ, എതിർകക്ഷിയിലേക്ക് നാള് ഭയങ്കരനാ. ഗൺ ചിഹ്നത്തിൽ വോട്ട് ചെയ്യൂ, നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കൂ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഏതോ
ഏതോ ഒരു ഗ്രഹം ലഗ്നത്തിൽ നിന്നുകൊണ്ട് ദേഷ്യത്തിലാണ് നോക്കുന്നത്. എന്നോട് ദേഷ്യോ? നിങ്ങൾ എന്ത് പരിശ്രമിച്ചാലും ഈ ഇലക്ഷനിൽ ജയിക്കില്ല. ഇരിക്കേ. കാരണം ആ ഗ്രഹം കോപാകുലനാണ്. ദൈവനശ്യം എന്നല്ലാണ്ട് എന്താ പറയാ? അതിന് ഞാൻ ദൈവത്തിന് ഒരു കുറവ് വരുത്തിയിട്ടില്ലല്ലോ തിരുമേനി. ഞാൻ നോക്കട്ടെ. ഞാൻ ദൈവത്തിനോട് നിങ്ങളുടെ കാര്യം പറഞ്ഞു കേട്ടോ. നിങ്ങൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് റെക്കമെൻഡും ചെയ്തിട്ടുണ്ട്. അതിനുടൻ തന്നെ അദ്ദേഹം ഒരു ശക്തി അയക്കുന്നുണ്ടെന്നാണ് എന്നോട് പറഞ്ഞതറിയോ? തിരുമേനി, ഇലക്ഷന് ഒരാഴ്ചയെ ബാക്കിയുള്ളൂ. അതിനു മുമ്പ് ഭസ്മമോ പൂവോ ശംഖോ എന്താണെന്ന് വെച്ചാ എടുത്തോണ്ട് വാ. ഞങ്ങളെ കൈവിടരുത് തിരുമേനി. നോക്കട്ടെ, കാത്തിരിക്കാം. ആ ശക്തിയെ തന്നെ. ആർക്കു വേണ്ടി കാത്തിരിക്കാൻ? എന്താണെന്ന് വെച്ചാ പറ. കാലായ തസ്മൈ. ആരാ ഇത് കാലായ പസ്മൈ? ശുക്രൻ, രാശി, ഇതൊക്കെ ആരാണ്? അവൻ വലിയ പുള്ളിയാണ്, പാലായിലാണ് താമസിക്കുന്നത്. അതെയോ? ഇവന്മാരെയൊക്കെ എവിടെ കണ്ടാലും പൊക്കിയെടുത്ത് എന്റെ മുമ്പിൽ കൊണ്ടുവരണം. പോയിടാ, എന്താണ് നോക്കിക്കുന്നത്? പോയി കൊണ്ടുപോടാ. രാശിയൊക്കെ ചാക്കാക്കി വേഗം കൊണ്ടുപോടാ. പോടാ. ആഹാ, എത്ര നല്ല ആൾക്കാരാ. ഇത്രയൊക്കെ നടന്നിട്ട് സമാധാനപരമായി സ്വപ്നം കണ്ടിരിക്കുന്ന കണ്ടില്ലേ? അതെ, ശത്രുക്കള് മറ്റാരുമല്ല, എന്റെ കൂടെ തന്നെ ഇരിക്കുന്നവന്മാരാ. ആ പേട്ട് കിളവ് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? ഞാനിനി ഒരിക്കലും കസേര കാണില്ലെന്ന്. അണ്ണാ, ആരോ വന്നിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആയ കാര്യം മാത്രമേ. ഇമ്പോർട്ടന്റ് എന്ന് നീ പറയണ്ടടേ, ഞാൻ പറഞ്ഞോളാം. സോറി അണ്ണാ. എന്റെ പൊന്നെ, നിങ്ങൾ വെക്കോ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. എനിക്ക് നിങ്ങളോട് പേഴ്സണലായിട്ട് സംസാരിക്കണം. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശരി, നീ പറഞ്ഞോ. ചേട്ടാ, പേഴ്സണലാണ്, രാഷ്ട്രീയ കാര്യമാണ്. 7ാം ക്ലാസ്സിൽ കോപ്പി അടിച്ച് തോറ്റുപോയ എനിക്ക് വരെ അറിയാം പേഴ്സണൽ എന്ന് പറഞ്ഞ എന്താണെന്ന്. നിനക്കൊന്നും മനസ്സിലായില്ലടാ. എഴുതിട്ട് പോയണ്ട കേടങ്ങന്മാരി. എന്താ നീയാ? ഇത്തവണ നിങ്ങൾ ഇലക്ഷനിൽ ജയിക്കുന്ന കാര്യം ഡൗട്ടാ ചേട്ടാ. രാവിലെ മുതൽ ഓരോരുത്തന്മാര് വന്നിട്ട് പറയുക എന്റെ കസേര പോവുന്ന്. അത് കേട്ടപ്പോ മുതൽ എന്റെ ട്രൗസർ അഴിഞ്ഞു പൊക്കോണ്ടിരിക്കുക. ഡൗട്ടല്ല നീയ, കൺഫേമാ. എവനോ ഒരുത്തൻ ഫോറിന്ന് വന്നതാ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെന്ന്. AC-യിൽ പെണ്ണുങ്ങളുമായിട്ട് സുഖിച്ചിരിക്കാതെ ഇവിടെ വന്ന് ജയിക്കാൻ വേണ്ടി കോടിക്കണക്കിന് കാശ് ആൾക്കാർക്ക് വാരി വെതറിക്കൊണ്ടിരിക്കുക. സിഗരറ്റും ചാരായവും മറ്റും എല്ലാം കൊടുത്ത് ജയിച്ച എന്റെ കാര്യം പോക്കാ. ഒരു മിനിറ്റ്, ഈ തവണ ഇലക്ഷന് ഞാൻ ചേട്ടനെ ജയിപ്പിച്ചാലോ? എങ്ങനെ? കൺഫേം. ഇത്തവണ ഇലക്ഷന് ചേട്ടൻ ജയിക്കുന്നുള്ള കാര്യം ഉറപ്പാ. അതിന് ഞാൻ ഗ്യാരണ്ടി തരുന്നു. നല്ല ഐഡിയ. ഹലോ ക്യൂ ടിവി. 6 കോടി ജനങ്ങൾ നിന്റെ ചാനൽ ഒരേ സമയത്ത് കണ്ടാലേ എങ്ങനെയുണ്ടാവും? സൂപ്പർ ആയിരിക്കും സാർ. എന്താ സാറാ ന്യൂസ്? ഗൺകുട്ടപ്പയെ പറ്റി. ഇത് അഡ്വാൻസ് ആണോ? അതെ സാറേ. ഇത്തവണ നിങ്ങൾ ക്രിമിനൽ ബുദ്ധി കാണിക്കാൻ പാടില്ല. അതുപോലെ കാശും തൊടാൻ പാടില്ല. എവിടെയായിരുന്നു ഇത്രയും കാലം? എവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു മുത്തേ? ആരാടാ നീ? എന്താ സാർ ഈ കാണിക്കുന്നത്? സാർ, ദുബായിലെ ഏറ്റവും വലിയ പണക്കാരനാണ് സാർ ഇദ്ദേഹം. ഏത് ദുബായി? എവിടത്തെ ദുബായി? ആരാടാ നീ? ഞാൻ ആരാണെന്ന് അറിയോ? ഞാൻ വഞ്ചകനല്ല, ജനസേവകനാ. മിണ്ടി പോകരുത്. ഞാൻ ജീവിക്കുന്നതിന് ജനങ്ങൾക്ക് വേണ്ടിയാ. ഞാൻ മരിച്ചാലും അത് ജനങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും. മനസ്സിലായോ? എനിക്കാണ് അവൻ കുറെ കുണുവേം കൊണ്ട് വന്നിരിക്കുന്നത്.
ഞാൻ എന്റെ ഉടുതുണി പിടിച്ച് സത്യം ചെയ്യാ, ഞാൻ കൈക്കൂലി വാങ്ങില്ല, വാങ്ങില്ല, വാങ്ങില്ല. എന്താ സാർ ഈ പറയുന്നത്? ഒന്നുകൂടെ പറയാ, ഞാൻ കൈക്കൂലി വാങ്ങില്ല, വാങ്ങില്ല, വാങ്ങില്ല. നമ്മുടെ എക്സ്ക്ലൂസീവ് പ്രോഗ്രാമിലേക്ക് ഓ മൈ ഗോഡ് ഗുഡപ്പയെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ശില്പ. ഈ നാടിനെ തന്നെ വിറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു എക്സ്ക്ലൂസീവ് വാർത്തയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ പോകുന്നത്. ഇപ്പോൾ കിട്ടിയ വാർത്തയനുസരിച്ച് ഗൺ ഗുഡപ്പയ്ക്ക് കൈക്കൂലി നൽകാൻ വന്ന രണ്ടുപേരെ തല്ലി ഓടിച്ച് തനിക്ക് കൈക്കൂലി വേണ്ട എന്ന് പറഞ്ഞ് അവരെ രണ്ടുപേരെയും പോലീസിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഗൺ ഗുഡപ്പ ജനനായകൻ തന്നെയാണെന്ന് തെളിയിച്ചിരിക്കുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് വരുന്ന ഇലക്ഷനിൽ ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാലം കാലം പോരാട്ടക്കാലം, കോലാട്ടമാടും രാഷ്ട്രീയം, നോട്ടം വോട്ടിൻ നേട്ടമെന്ന കാലം, വേട്ടക്കെത്തുമീ തീയാത്ത കാലം. കൈക്കൂലി നിരസിച്ചതുകൊണ്ട് ഇദ്ദേഹം വലിയ വോട്ടുകളുടെ വ്യത്യാസത്തിൽ വിജയിക്കുമെന്നാണ് കരുതുന്നത്. ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് യാതൊരുവിധ സംശയവുമില്ല. ജനങ്ങളുടെ വിശ്വാസം നേടിയിരിക്കുന്നു ജനനായകൻ. ഡിങ്കര ഡിങ്ക ഡിങ്കര ഡിങ്ക ഡിങ്കര ഡിങ്കാലേ, തോൽക്കാ ചിഹ്നം തോക്കിൻ ചിഹ്നം ഓർത്തു വന്നാട്ടെ, ചുന്ദരനും ചങ്കരനും ചേർന്ന് നിന്നാട്ടെ, എന്നും എന്നും മുന്നിൽ തന്നെ നാമല്ലേ. കാലം കാലം പോരാട്ടക്കാലം, കോലാട്ടമാടും രാഷ്ട്രീയം, നോട്ടം വോട്ടിൻ നേട്ടമെന്ന കാലം, വേട്ടക്കെത്തുമീ തീയാത്ത കാലം. ന്യായം കൊണ്ടെന്നും അന്യായം മാറ്റണം, നാം എന്നും മുന്നേറ്റമേറണം, നാടിൻ നന്മയ്ക്ക് നാം എല്ലാം നൽകണം, ആകാശം പോലെ മാറിടണം നമ്മൾ. കണ്ണായി മാറണം, കണ്ണാടിയാകണം, കണ്ണീരിൻ തീമാക്കാൻ വോട്ട് തരൂ. റേഷൻ ലിബറേഷൻ എല്ലാമേ നേടിയിടാൻ ഉത്സാഹത്താൽ വന്നു വോട്ട് തരൂ. വെടിപ്പുകയും പരീക്ഷകളെ വേടനായാൽ പോലും ഞങ്ങൾ വേരിൻ തുമ്പിൽ വന്നേ വെട്ടും. ഞങ്ങൾ 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 ഞങ്ങൾ. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്ത, നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഇലക്ഷന്റെ റിസൾട്ട്, നമുക്കെല്ലാവർക്കും ഒരുപാട് സന്തോഷം നൽകുന്ന റിസൾട്ട്. ഗുട്ടപ്പയ്ക്കെതിരെ മത്സരിച്ച എതിർ സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെച്ച കാശ് പോലും ലഭിക്കാതെ ഒരു അട്ടിമറി വിജയമാണ് ഗുട്ടപ്പ നേടിയിരിക്കുന്നത്. എനിക്ക് ഇദ്ദേഹത്തിന് എന്തെങ്കിലും കൊടുത്തേ പറ്റൂ. എന്ത് കൊടുക്കാൻ? നോക്ക്, ആ കാണുന്ന വീടും ചുറ്റുമുള്ള സ്ഥലവും അത് മുഴുവൻ നീ എടുത്തോ. ദേ ആ സൈറ്റ് ഉണ്ടോ? ആ സൈറ്റ് വേണ്ട, അത് വേണ്ടേ? റിങ് 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 ഓടിക്കാർ അത് വാങ്ങി തരട്ടെ. അതും വേണ്ടേ? ഇങ്ങോട്ട് നോക്കിയേ, എല്ലാരും ഒന്ന് കാതടച്ചേ. ദുബായില് ക്യാബറ ഡാൻസ് ഇങ്ങനെ കളിക്കുന്നില്ലേ, ഒരു പ്രാവശ്യം പോയി കണ്ടിട്ട് വാ. എന്താ ചേട്ടാ ഇത്? നീ എന്തെങ്കിലും സ്വീകരിച്ചില്ലെങ്കിൽ ഞാനിപ്പോ ഈ കെട്ടിടത്തിന്റെ മണ്ടേന്ന് ചാടിച്ചാവും. നീ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടേ പോകാവൂ. നിങ്ങൾക്ക് നോക്ക്. ഗൺ കുട്ടപ്പയ്ക്ക് എന്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് അയാൾ വളരെ സന്തോഷവാനായിരുന്നു. പക്ഷേ അയാൾ എന്തൊക്കെ സഹായം ചെയ്തെന്ന് അയാൾക്ക് തന്നെ അറിയില്ല. ഒരു സെക്കൻഡ് നേരത്തേക്ക് അദ്ദേഹത്തിന് എനിക്ക് ദൈവത്തെ പോലെ തോന്നി. എന്താ ഇത്, ടിപ്സ് വാങ്ങിക്കുന്നത് പോലെ? മുഴുവനും നിനക്കുള്ളതല്ലേ, നീ എടുത്തോ. ഈ കാശ് എനിക്കിപ്പോ അത്യാവശ്യമായിരുന്നു. ഈ സമയത്ത് സഹായിച്ചതിന് നന്ദി. ഹേയ്, എന്തോന്ന് സഹായമെന്നാ? പൈസ കൊണ്ട് കളിക്കുന്നത് സഹായമല്ല, കച്ചവടമാ.
നീ എനിക്ക് ചെയ്ത സഹായം ഉണ്ടല്ലോ, അത് എത്ര ജന്മം എടുത്താലും എനിക്ക് മറക്കാൻ പറ്റില്ല. ഇതിനുള്ള പ്രതിഫലം ഞാൻ നിനക്ക് എപ്പോഴും തന്നോണ്ടേയിരിക്കും. ആ എടുത്തോ, എടുത്തോണ്ട് പൊക്കോടാ. എടുത്തോണ്ട് പോ. ചേട്ടാ വേണ്ട, എനിക്കിത് മതി. അഖിലേ, ആ എങ്ങനെയാ പോവുക? ബസ്സിലേട്ടാ. എനിക്കിനി ജീവിച്ചിരിക്കണ്ട. എടുത്തോണ്ട് വാടാ പെട്രോള്. എനിക്ക് ആത്മഹത്യ ചെയ്യണം, ഇല്ലെങ്കിൽ പിന്നെ എനിക്കൊരു സമാധാനം കിട്ടില്ല. ഞാൻ രാജിവെക്കാൻ പോവുക. ഞാൻ രാജിവെക്കുന്നതിന്റെ പ്രധാന കാരണം നീയാ. പറഞ്ഞു കൊടുക്കടാ അഖിലേ, ഞാൻ നിനക്ക് നീ എന്താണ് തരേണ്ടത്? എന്റെ ജീവൻ വേണമെങ്കിൽ നിനക്ക് ഞാൻ തരാം. ആ എന്റെ കുട്ടാ, ഞാൻ കൗൺസിലറാ, ഇവിടത്തെ കൗൺസിലറാ, അല്ലാതെ ഒരു പീക്കറി മെമ്പർ അല്ല. എന്റെ വില കളയല്ല മോനെ. ഡാ, ഒരു ചെക്ക് ബുക്ക് എടുത്തോണ്ട് വാടാ, ഞാൻ സൈൻ ചെയ്ത് തരാം. അവനൊരു കാർ മേടിച്ചു കൊടുക്ക്. പോയി നോക്ക്, നിക്കുന്നില്ലേ? നിക്ക, ഞാൻ വരാം. അഖിലേ, രാവിലെ എഴുന്നേക്കുമ്പോ ഒരു ഫോണ്, ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഫോണ്. അതെനിക്ക് നീ ചെയ്യണേ, അല്ലെങ്കിൽ ഞാൻ ചത്തുപോവും. സത്യമായിട്ടും ചത്തുപോവും. നീ എന്നെ വിളിക്കുവല്ലേ? ദേ, ഞാൻ ഒരു കാര്യം പറയാം. ഗട്ടറിലങ്ങനെ ഇട്ട് എന്റെ ചെറുക്കനെ വന്ന് ഷേക്കാക്കിയ നിന്റെ നടു ഞാൻ ചവിട്ടിടിക്കും. എടുത്തോണ്ട് പോടാ. ആ നിക്ക്. ആ ബാൻഡ് വാദ്യക്കാരെവിടെ? തുടങ്ങിക്കോടായി. തുടങ്ങ്. ഞാൻ സ്നേഹിക്കുന്ന ലാവണ്യയ്ക്ക് അവൾ ഇഷ്ടപ്പെടുന്ന സാധനം വാങ്ങിച്ചു കൊടുത്ത് അവളുടെ മുഖത്ത് സന്തോഷം കാണുവാനുള്ള സമയം വന്നിരിക്കുന്നു. ചേട്ടാ, ഒരു മിനിറ്റ് ഒന്ന് നിർത്തിക്കേ. ഹലോ, എവിടെയാ? അഖിൽ, ഞാനൊരു ചെറിയ മീറ്റിംഗിലാ. കുറച്ചു കഴിഞ്ഞ് നിന്നെ വിളിക്കാം. ഓക്കെ. ലവ് ആരോടൊപ്പം ഉള്ളത്? ഒരു പ്രൊഡ്യൂസറിന്റെ കൂടെ മീറ്റിംഗിലാണ്.
സോറി അഖിൽ. നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് നേരിട്ട് പറയാനുള്ള ധൈര്യം എനിക്കില്ല. അതുകൊണ്ട് എൻ്റെ ഫീലിങ്സ് എല്ലാം ഈ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാ, ഞാനും സാഹിത്യവും ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാ. ഞാൻ US നിന്ന് വന്ന ഉടനെ അവളെ കാണാൻ അവളുടെ വീട് വരെ പോയിരുന്നു. അവൻ ആരുടെ കൂടെ ക്ലോസ് ആയി മൂവായെന്ന് കരുതി അവൻ ഡൈവേർട്ടായി എന്നല്ലല്ലോ അർത്ഥം. അല്ലല്ലോ, നിനക്കറിയില്ല, അവൻ എന്റെ അഖിലേ അല്ല. He's completely diverted. നിനക്ക് അത്രയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കല്യാണത്തിന് ഒരു ചെറിയ പോസ് വെക്ക്. അവളുടെ സിറ്റുവേഷൻ കണ്ടപ്പോ ഞാൻ കൊടുത്ത ഒരു അഡ്വൈസ്, അവൾ എടുത്ത ഡിസിഷൻ, അങ്ങനെയാണ് ഞാൻ നിന്റെ ലൈഫിലേക്ക് വരുന്നത്. നീ ആരാന്നറിയാൻ ഞാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ നീ എന്റെ മനസ്സിൽ കയറിക്കൂടി. എന്നെങ്കിലും ഒരു ദിവസം നിന്റെ മുമ്പിൽ വന്ന് ഉറപ്പായി എന്റെ ഇഷ്ടം തുറന്നു പറയൂ. ഐ ലവ് യു അഖിൽ. ഐ എം സോറി സാഹിതി. അഖിലേ, നീ വെറുതെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കണ്ടാ. ഇന്നലെ തന്നെ ബോയ്സിന് വേണ്ടി റിഹേഴ്സൽസ് കൊടുത്തതാ. ഇപ്പൊ കണ്ടോ നീ അവരുടെ പെർഫോമൻസ്? സുന്ദരിക്കുട്ടി, who are you? എടാ പരട്ടക്കളകം, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, അത് ഹൂ ആർ യു എന്നല്ല, ഹൗ ആർ യു എന്നാണ്. എന്തോന്നാടോ? Oh, I am sorry. Hi Sundari, how are you? Hi, I'm fine, Mutasha. അവിടെയാ അവളിങ്ങോട്ട് നോക്കുന്നുണ്ട്, നീ അങ്ങോട്ട് നോക്കണ്ട. Some of that jazz for your mind, some of that jazz for your heart, some of that jazz for your soul. സിഗ്നൽ മാറി, വണ്ടി എടുക്കടാ.
എക്സ്ക്യൂസ് മീ സർ. എക്സ്ക്യൂസ് മീ. ഹായ്, ഐ എം സാഹിതി. ഹായ്, ഐ എം അഖിൽ രാജ്. നിങ്ങൾക്ക് ഓൾഡ് ഏജ് ഹോം ഉണ്ടോ? ആ ഉണ്ട്. അത് ഓൾഡ് ഏജ് ഹോം അല്ല, ബോൾഡ് ഏജ് ഹോം. ഓ ഗ്രേറ്റ്. ഇറ്റ് സൗണ്ട്സ് റിയലി ഡിഫറെന്റ്. ഇതുപോലൊരു പേരെന്തിനായിട്ടെന്ന് പറയോ? ആർക്കറിയാം. ഓ യാ വെൽ, വാട്ട്സ് യുവർ നെയിം? സാഹിതി. സാഹിതി, വരൂ. നിങ്ങള് യു നോ വാട്ട്, എനിക്ക് വയസ്സായി, എന്റെ ശരീരം തളർന്നു പോയി, എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ലെന്നുള്ളൊരു ഇൻസെക്യൂരിറ്റി ഇല്ലേ, അത് ഇവരുടെ മനസ്സിലുണ്ടാകുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഈ കോൺസെപ്റ്റിന്റെ പേര് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് വെച്ചേ. വാവ്, വാട്ട് ആൻ ഐഡിയ. ഇതുപോലൊരു പേര് ഞാൻ മുമ്പ് കേട്ടിട്ടേ ഇല്ല. അയ്യോ, ഞാനും കേട്ടിട്ടില്ല. വാട്ട്? ഐ മീൻ, ഇതൊന്നും കേൾക്കാൻ പറ്റില്ലല്ലോ, ബിക്കോസ് ഞാനിത് ആരെയും അറിയിച്ചിരുന്നില്ല. ആരുടെ കൂടെ ചേർന്ന് ഞാൻ കൊളാബറേഷൻ ചെയ്തില്ല. യുനോ, എന്റെ കൂടെയുള്ള 4 പേർക്ക്, അതായത് വയസ്സായവർക്ക് എനർജി കൊടുക്കുന്നതാണ് ഞങ്ങളുടെ ഒരേ ഒരു ലക്ഷ്യം. ഐ എം റിയലി ഹാപ്പി ടു മീറ്റ് യു ടുഡേ. യു ജസ്റ്റ് മെയ്ഡ് മൈ ഡേ. നിങ്ങളെപ്പോലൊക്കെ ഒരാളെ കാണുന്നത് വളരെ rare. എന്നെ വിശ്വസിക്കൂ സാഹിതി, മറ്റുള്ളവരെ സഹായിക്കുന്നത് എത്ര നല്ല കാര്യമാണെന്ന് നിനക്കിപ്പോ കണ്ടു ബോധ്യമായില്ലേ? നിങ്ങൾ ഒരു വട്ടം സഹായിച്ചു നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ എനിക്കൊരു കോൾ ചെയ്താൽ മതി, എനിക്കും സന്തോഷാവുമല്ലോ. വെൽ, ദിസ് ഇസ് മൈ കാർഡ്. സോറി സാഹിതി, എനിക്ക് ലേറ്റ് ആവുന്നു. ഇന്ന് ടെസ്റ്റ് അല്ലേ, ഈ ബോയ്സിന്റെ യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്യണം. ബോയ്സ് റെഡി? ഹായ് സർ, ദിസ് ഇസ് സാഹിതി. സാഹിത്യോ? ഒരു മിനിറ്റ്. അല്ല, ഏത് സാഹിതി? അതാ സർ, ആ പാർക്ക്, ഓൾഡ് ഏജ് ഹോമിനെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ? ഓ സാഹിതി, ഹൗ ആർ യു? ഏതെങ്കിലും വയസ്സായവരുടെ കാര്യത്തിനാണോ? അല്ല സർ, ആക്ച്വലി എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്, അതുകൊണ്ടാ വിളിച്ചത്. ചോദിച്ചോളൂ. കമോൺ കമോൺ. ആക്ച്വലി എനിക്കും ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്. വാട്ട്? ആർ യു സീരിയസ്? എന്നിട്ട് ഇന്നലെ എന്താ എന്നോട് ഈ കാര്യം പറയാതിരുന്നേ? എന്തിനാ എന്നോട് ഈ കാര്യം മറച്ചു വെച്ചത്? പറയണമെന്ന് വിചാരിച്ചതാ, പക്ഷെ എന്തോ തിരക്കാന്നും പറഞ്ഞ് നിങ്ങൾ പോയി. സാഹിതി, നമ്മുടെ രണ്ടുപേരുടെയും മൈൻഡ് സെറ്റ് ഒരേപോലെയാ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എത്രയും പെട്ടെന്ന് ഒന്നാവണം. അതുകൊണ്ട് നിങ്ങൾ ഈ സാറെന്ന് വിളിക്കുന്ന വിട്ടിട്ട് കോൾ മീ അഖിൽ. ഷ്യൂർ അഖിൽ. അഖിൽ, can I ask you something? Yeah. നിങ്ങൾക്ക് എന്റെ ഓൾഡ് ഏജ് ഹോമിലേക്ക് ഒന്ന് വരാൻ പറ്റുമോ? Are you joking? നിങ്ങൾക്ക് എന്റെ ഷെഡ്യൂളിനെ കുറിച്ച് അറിയില്ലല്ലേ? യു ഡോണ്ട് നോ റൈറ്റ്? എത്രയോ തവണ എന്റെ അച്ഛൻ ഞാൻ നിന്റെ ഫോട്ടോ നോക്കി സംസാരിക്കുന്ന ജോക്ക് പറയാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ എന്റെ അച്ഛനോട് പറയും, വയസ്സാകുമ്പോ അച്ഛനെ ആരാ നോക്കുക എന്നൊക്കെ. ഇതുപോലുള്ള സിറ്റുവേഷനിൽ നീ എന്നെ ആശ്രമത്തിലേക്ക് വിളിക്കുക എന്നൊക്കെ പറയുന്നത് നോ സാഹിതി, നോ. ഹൗ ഇറ്റ് ഈസ് പോസിബിൾ? ഇത് നടക്കില്ല. നോ സാഹിതി, നോ വേസ്. പ്ലീസ് അഖിൽ, നിങ്ങളെ പോലത്തെ ഗ്രേറ്റ് പീപ്പിൾ ഞങ്ങളുടെ ഓൾഡ് ഏജ് ഹോമിലേക്ക് വന്നാൽ ഞങ്ങൾക്ക് ജസ്റ്റിഫിക്കേഷൻ കിട്ടും. പ്ലീസ് സാഹിതി. ഓക്കെ, ലിസൺ, ഞാൻ നിന്നെ നിരാശപ്പെടുന്നില്ല. നാളെ രാവിലെ ഷാർപ്പ് 11 o'clock I'll be there.
ഹലോ മാഡം, അഖിലിനൊരാൾ കാണാൻ വന്നിട്ടുണ്ട്. അഖിലോ? അഖിലോ? അവിടെ തന്നെ വെയിറ്റ് ചെയ്യാൻ പറ, ഞാൻ 10 മിനിറ്റിലെത്താം. ഓ ഗോഡ്, സാഹിതി, മേക്ക് ഇറ്റ് ഫാസ്റ്റ്. അയ്യോ, അഖിൽ എന്ത് കരുതുവാവോ? ഓ ഗോഡ്. ഇവിടെയാടാ വേദനിക്കുന്നേ. എവിടെയാ മുത്തശ്ശി? ഇവിടെ ഇവിടെയാണല്ലേ. വേദനിക്കുന്നേ. കഴിച്ചോ കഴിച്ചോ, കഴിക്ക്. കുടിക്ക് മുത്തശ്ശി, കുടിക്ക്. കുടിച്ചല്ലോ മോളെ. കഴിക്കും മുത്തശ്ശി, കഴിക്ക്. കഴിക്കുന്നേ, നാണിക്കണ്ട മുത്തശ്ശി. അഖിൽ എവിടെ? ഞാൻ ലേറ്റ് ആയിട്ട് വന്നൊന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് തിരിച്ചു പോയോ? ഹായ് പ്രതാപ്, മലേഷ്യയിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? വൺ മോർ തിങ്, ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാൻ നോക്കണേ. അല്ല, നമ്മുടെ മുത്തശ്ശനൊരു ആഗ്രഹം പറഞ്ഞിരുന്നില്ലേ? മുകളിൽ നിന്ന് പറപ്പിച്ചേക്ക്. മങ്കി ജമ്പ്. പിന്നെ ആരെന്ത് ചോദിച്ചാലും വാങ്ങിച്ചു കൊടുത്തേ കേട്ടോ. എന്തെന്ന് വെച്ചാൽ അവരെല്ലാം കുട്ടികളെ പോലെ എനിക്ക്. ഓക്കെ, എക്സാക്ട്ലി 1 മണിക്കൂറിനുള്ളിൽ കോൾ ചെയ്യാം. ടേക്ക് കെയർ. ഹായ് സാഗതി. ഹായ് അഖിൽ, ഐ എം സോ സോറി. കുറച്ച് ലേറ്റ് ആയി പോയി. ആക്ച്വലി നിങ്ങളും ലേറ്റ് ആയിട്ട് വരുന്ന കരുതിയേ. സാഗതി എന്താ പറഞ്ഞേ? കമ്മകേൻ. നിങ്ങളും കുറച്ച് ലേറ്റ് ആയിട്ട് വരുമെന്നാ ഞാൻ കരുതിയേ. നല്ലത് ചെയ്യാൻ എന്തിനാ ലേറ്റ് ആവുന്നേ? ഇതാ നോക്കിയേ, അവിടെ ഇരിക്കുന്ന അമ്മയെ കണ്ടില്ലേ? അവരെല്ലാം ആഗ്രഹിക്കുന്നുണ്ടല്ലേ ഞങ്ങളൊക്കെ ഇവിടെ വരുന്നത്. ഞങ്ങളൊക്കെ ലേറ്റ് ആയിട്ട് വന്നാൽ അവർക്കൊക്കെ എങ്ങനെ സന്തോഷം കിട്ടുക? നീ എന്തായി കാണിക്കുന്നേ? അത് കാലാണെന്നുള്ള കാര്യം മറക്കണ്ട. കാല് മസാജ് ചെയ്യുന്നതിന് പകരം നീ എന്താടാ അവിടെ കാണിക്കുന്നേ? നിനക്കെന്താ വിവരമില്ലേ? എന്തോ ഒരു തരികിട ഒപ്പിക്കുന്നുണ്ട് ഇവന്മാര്. മാഡം, അവര് വന്നിട്ടുണ്ട്. ദാ വരുന്നു. ശരി. അഖിൽ, ആരോ ഒരു സ്പോൺസർ വന്നിട്ടുണ്ട്. ഗിവ് മീ 10 minutes, ഐ വിൽ ബി ബാക്ക്. ഓക്കേ ഷുവർ. അഖിലാ, എന്താടാ പറ്റിയത്? മുത്തശ്ശിക്ക് എല്ലാം മനസ്സിലായെന്നാ തോന്നുന്നേ. മുത്തശ്ശി ഒരു മിനിറ്റ്. ഞാൻ എന്താടാ ചെയ്തേ? എടാ, നിങ്ങളൊക്കെ എത്രമാത്രം തരികിടകളാണെന്നുള്ള കാര്യം എനിക്ക് നേരത്തെ തന്നെ മനസ്സിലായടാ. കേട്ടോടാ തെമ്മാടികളെ, നിങ്ങൾക്ക് ആശ്രമവും കീശ്രമവും ഒന്നും ഇല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എടാ കള്ള തിരുമാലി, നീ ആ പെൺകൊച്ചിനെ എടക്കണ്ണിട്ട് നോക്കുന്നത് എന്താ എനിക്ക് മനസ്സിലാവില്ലെന്ന് കരുതിയോ? അവളിങ്ങോട്ട് വരട്ടെ. നിങ്ങളെല്ലാം 420കളാണെന്നുള്ള കാര്യം ഞാൻ അവളോട് പറയും. മുത്തശ്ശി, എനിക്ക് വേണ്ടി കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ? ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. 1000 നുണ പറഞ്ഞ് ഒരു കല്യാണം നടത്താറില്ലേ? ഒരു സത്യം മറച്ച് ഞങ്ങളെ രണ്ടുപേരും ഒന്ന് അനുഗ്രഹിക്കും മുത്തശ്ശി. മുത്തശ്ശിക്ക് സാഹിതിയുടെ കല്യാണം നടക്കണമെന്ന് ആഗ്രഹമില്ലേ? ഇത് മുത്തശ്ശിയുടെ പേരക്കുട്ടിയെ ചോദിക്കുന്നെങ്കിൽ ഇല്ലെന്ന് പറയൂ. എന്താ മോനെ പറഞ്ഞത്? ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ. ഇത് മുത്തശ്ശിയുടെ പേരക്കുട്ടി ചോദിച്ചാ മുത്തശ്ശി ഹെൽപ്പ് ചെയ്യില്ലേ? പ്ലീസ്. യെസ്. ഈ ആശ്രമത്തിലോട്ട് ഇടയ്ക്കൊക്കെ വരണം കേട്ടോ. തീർച്ചയായും മുത്തശ്ശി, മറക്കാതെ വരണം. എന്നാ ശരി മുത്തശ്ശി. എന്താ അഖിൽ, മുത്തശ്ശിയുമായിട്ട് എന്തോ ഡീപ് ഡിസ്കഷൻ ആണെന്ന് തോന്നുന്നു. ഒന്നുമില്ല സാഹിതി. മുത്തശ്ശിയോ? മുത്തശ്ശി ഞാൻ അവരുടെ പേരക്കുട്ടിയെ പോലെയാണെന്നാ പറഞ്ഞത്. അതിന് മുത്തശ്ശി പേരക്കുട്ടിയെ പോലെയല്ല, പേരക്കുട്ടി തന്നെയാന്ന് കരുതിക്കോ. അത് ഞാൻ നേരത്തെ തീരുമാനിച്ച കാര്യ. അതൊക്കെ പോട്ടെ അഖിൽ, നിങ്ങൾ എന്തുകൊണ്ടാ ബോൾഡേജ് ഹോമിലെ മെമ്പേഴ്സിനെ കൊണ്ടുവരാഞ്ഞ്? അവരെയും കൂടി കൊണ്ടുവന്നിരുന്നെങ്കിൽ അവർക്കൊരു ചേഞ്ച് ആവില്ലായിരുന്നു. ഞാൻ ആ കാര്യം പറയാൻ മറന്നുപോയി. ഈ പ്രായത്തിലുള്ള ഒരു മുത്തശ്ശൻ സിംഗപ്പൂർ മലേഷ്യ ഒക്കെ കാണണമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് വിടാൻ ഞങ്ങൾക്കൊന്നും ഇഷ്ടമല്ല, അല്ലടാ. അതുകൊണ്ട് എല്ലാവരെയും കൂട്ടി ഞാനും കൂടെ പോകാൻ തീരുമാനിച്ചു. ഭയങ്കരം തന്നെ. വാവ് അഖിൽ, നിങ്ങളെ കുറിച്ച് എന്തൊക്കെയാ പറയേണ്ടെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. ഐ എം റിയലി പ്രൗഡ് ഓഫ് യു ഗൈസ്. ആൻഡ് അഖിൽ, സത്യം പറയാ, നിങ്ങളെ എങ്ങനെയാ പ്രശംസിക്കേണ്ടെന്ന് എനിക്ക് അറിയുന്നില്ല. എന്താ? ഒന്നുമില്ല, മലേഷ്യയിലെ എന്റെ ബോയ്സ് ഇല്ലേ, അവർക്ക് സ്കൈപ്പിൽ വരാൻ സമയമായി. ഞാൻ ഇപ്പോഴെങ്കിലും ഓൺലൈൻ ആയില്ലെങ്കിൽ അവർ ഓഫ്ലൈൻ ആയി പോകും. എന്നാ ശരി, പിന്നെ കാണാം. ബൈ. ശരി, ബൈ മുത്തശ്ശി. ബൈ മുത്തശ്ശി. ശരി, പോ.
ഇടയ്ക്കിടയ്ക്ക് വരണം കേട്ടോ മോനെ. ആ മറക്കാതെ വരണം മോനെ. സഹതി, മുത്തശ്ശിനി മുതൽ നമുക്ക് ഫോട്ടോയിലെ കാണാൻ പറ്റുള്ളൂ അല്ലേ? Come here. Just come here. Many happy returns of the day. Akhil, I love you. എന്റെ ഇഷ്ടം പറയാൻ ഇതാണോ സമയമൊന്നും എനിക്കറിയില്ല. പറയണമെന്ന് തോന്നി, അതാ പറഞ്ഞത്. സഹതി, അതിനുമുമ്പ് നിന്നോട് എനിക്കൊരു സത്യം പറയാനുണ്ട്. നീ വിചാരിക്കുന്ന പോലെ യാതൊരു സോഷ്യൽ സർവീസും ഞാൻ ചെയ്യുന്നില്ല. ഇത്ര നാളും പറഞ്ഞതൊക്കെ നുണയായിരുന്നു. പക്ഷേ നിന്നോടുള്ള സ്നേഹം ഒഴിച്ച് ദൈവം തലയിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നാ തോന്നേ. യാതൊരു പെർഫെക്ഷനും ഇല്ലാത്ത എൻ്റെ ലൈഫിൽ എല്ലാ പെർഫെക്ഷനുള്ള നീ എൻ്റെ ലൈഫിലേക്ക് വരണമെന്ന്. അഖിൽ, ഇതൊക്കെ എനിക്ക് നേരത്തെ തന്നെ അറിയായിരുന്നു. ഇത് ബോൾഡേജ് ഹോമിലെ മുത്തശ്ശനല്ലേ? മുത്തശ്ശ, നിങ്ങൾ തന്നെയല്ലേ ഇത്? ആര് മുത്തശ്ശി? ചേട്ടൻ ചേട്ടൻ. പക്ഷെ അന്ന് നിങ്ങൾ അത് ഡ്രാമ. ഡ്രാമയോ? അഖിൽ, നിന്നെ പോലെ ഒരാൾ എന്റെ ജീവിതത്തിൽ വരണമെന്ന് ആ ദൈവം എന്റെ വിധിയിൽ എഴുതിയിട്ടുണ്ടെന്നാ തോന്നുന്നേ. നീ ഒരു തവണ കള്ളം പറഞ്ഞിട്ടുണ്ടാവാം, പക്ഷെ 1000 തവണ എന്റെ മനസ്സ് മനസ്സിലാക്കിയിട്ടുണ്ട്. I love you. സാഹിതയെ ഞാൻ പ്രപ്പോസ് ചെയ്ത ദിവസം, ഞാനും എൻ്റെ ലവും ഒരുമിച്ച ദിവസം. എന്താണെന്നറിയില്ല, ആ ദിവസം അവളെ കാണണം, അവളോട് സംസാരിക്കണം, അവളുടെ കൂടെ ഇരിക്കണമെന്നൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. എന്തിനാ എന്നെ വിളിച്ചേ? പെട്ടെന്ന് നിന്റെ ഓർമ്മ വന്നോണ്ടാ നിന്നെ ഞാൻ വിളിച്ചത്. അതിനുശേഷം ഞാൻ സാഹിത്യയുടെ പ്രണയവലയത്തിനുള്ളിലായി. അങ്ങനെയുള്ളപ്പോൾ ഒരു ദിവസം സോ എക്സൈറ്റഡ്. അതെയോ? എന്തിനാ? ആദ്യം എനിക്ക് പ്രോമിസ് ചെയ്യും. ഓക്കെ, പ്രോമിസ്. ഈവനിങ് ഷാർപ്പ് 7 ക്ലം ഡിസ്കോ ടൈം. ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഗേൾഫ്രണ്ടിനോടൊപ്പം പോവാ. സാഹിത്യ മറക്കരുത്, നീ എനിക്ക് പ്രോമിസ് ചെയ്തതാ, മറക്കണ്ട. ഓക്കെ, ഞാൻ എത്തിയേക്കാം. യെസ്. ആരാത്? Who's this? ഹലോ, ജാൻ. Akhil! Hey, Janu! Oh, So nice to meet you. Have you?
I'm so excited to see you. What the hell? 2 years കഴിഞ്ഞാണ് ഈ തിരുമോന്തെ ഒന്ന് കാണുന്നത്. It's just unbelievable. അതെങ്ങനെയാ കറക്റ്റ് ആയിട്ട് ഞാനെന്ന് കണ്ടുപിടിച്ചേ? Your perfume says it. Idiot. Okay. ഞാൻ ഇനി 30 days ഇവിടെ തന്നെ ഉണ്ടാവും. ഒരു സെക്കൻഡ് പോലും നീ എന്നെ വിട്ട് മാറി നിൽക്കരുത്. മാറിയ ഞാൻ കൊല്ലും. Okay? It's a promise. Let's kill it, baby. Yes. Thank you so much. By the way, Sahiti, this is Januvi, my best friend and my darling. Janu, this is Sahiti and she is my... Let's go. ഇനി എന്തൊക്കെ കാര്യങ്ങളുണ്ട്? 2 years കഴിഞ്ഞാ ഞാൻ വന്നിരിക്കുന്നത്. നാട്ടക്ക്. I missed you so much. Sahiti, I'm really sorry. She just mad about me. വാ പോവാം. വാ. Sahiti. Sharp 7. Glam disco time. സാഹിതി ഓർത്ത് വെച്ചോ, പ്രോമിസ് ചെയ്തിരിക്കുകയാണ്, മറക്കണ്ട. Cheers! അതെങ്ങനെ കറക്റ്റ് ആയിട്ട് ഞാനെന്ന് മനസ്സിലായേ? Your perfume says it. Idiot. വേഗം വാ, നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. യെസ് മിസ്റ്റർ അഖിൽ, ഇത്രയും ദൂരം എന്നെ തേടി വന്നതാണോ? Sahiti. യെസ് അഖിൽ, ടെൽ മീ. Sorry, Sahiti. സോറി ഒക്കെ എന്തിനാ നിങ്ങൾ ചോദിക്കുന്നേ? I'm really sorry, Sahiti. Please. ചേട്ടാ, എന്തിനാ ആവശ്യമില്ലാതെ ഇങ്ങനെ സോറി വേസ്റ്റ് ചെയ്യുന്നേ? വാട്ട്സ് റോങ് വിത്ത് യു? Sahiti, ഞാൻ വേണമെന്ന് വിചാരിച്ച് ചെയ്തല്ല, മറന്നുപോയി, അതുകൊണ്ടാ. പ്ലീസ്. ഹേയ്, ഇറ്റ്സ് ഓക്കേ. ഇതിനൊക്കെ എന്തിനാ വെറുതെ സോറി ചോദിക്കുന്നേ? ഏതായാലും ഒരാഴ്ചക്കുള്ളിൽ നീ എന്നെ മുഴുവനായിട്ട് മറക്കും. ഇതിനൊക്കെ ഞാൻ വിഷമിക്കാൻ പാടില്ലല്ലോ. ഇൻഫാക്ട് ഐ എം റിയലി ഹാപ്പി. ഇപ്പോഴെങ്കിലും നിന്റെ തനിനിറം എനിക്ക് മനസ്സിലായല്ലോ. Sahiti, stop it. കാര്യം അറിയാതെ സംസാരിക്കരുത്. പ്ലീസ്. നിനക്ക് വേണ്ടി ഞാൻ പറയുന്നേ. നൈസ്. സാഹിതി, നിന്നോട് സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നൊക്കെ ആരോ പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ട്. ഇപ്പൊ എന്റെ സംസാരം കേട്ട് നിനക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ടല്ലേ? വെരി ഗുഡ്. Sahiti, one last time, stop it. ഇന്നെന്റെ സംസാരം കേൾക്കുമ്പോ നിനക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ ഉണ്ടാവും. നാളെ എന്നെ കാണുമ്പോ ചിലപ്പോ ദേഷ്യം തോന്നും. എന്തിന്? നാളെ എന്നെ നീ തല്ലില്ലെന്നും പറയാൻ പറ്റില്ല.
അഖിൽ, കുറെ കൂടി കഴിഞ്ഞ് നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതി. പക്ഷെ ഇന്ന് തന്നെ എന്നെ തല്ലിയല്ലേ? സാത്തി, സോറി ഡാർലിംഗ്, ഐ ലവ് യു. ഫസ്റ്റ് ടൈം നീ എന്നെ തല്ലിയല്ലേ? ഐ എം സോറി മുത്തേ. സോറി അഖിൽ, ഒരിക്കൽ കൂടി നിന്നെ അവളുടെ കൂടെ ഞാൻ കണ്ട I'll screw her happiness. ഓക്കേ. I hate you, അഖിൽ. വിടന്നെ. ഹേ, നിനക്കിതെന്താ പറ്റിയത്? തല്ലണം തോന്നി, തല്ലി. അഖിൽ, നീ എന്തായി കാണിക്കുന്നേ? So Janu, what else dear? How is your life going on? അങ്കിൾ, എന്റെ ലൈഫിൽ എന്താ? ഇറ്റ്സ് ജസ്റ്റ് ഓസം. സാത്തി, ഒരു 5 മിനിറ്റ്. ഹലോ. ജാനു അച്ഛനും എൻ്റെ കൂടെ കഴിച്ചോണ്ടിരിക്കുക. 5 മിനിറ്റിനുള്ളിൽ ഞാൻ തിരിച്ചു വിളിക്കാം. ബൈ. ഹലോ. ജാനു, അങ്കിൾ, നീയെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുമോളെ. പഠിത്തം കഴിഞ്ഞതിന് ശേഷം ബിസിനസ്സിൽ എന്നെ സഹായിക്കാന്ന് പറഞ്ഞവനാ. പറഞ്ഞിട്ടിപ്പം 4 കൊല്ലം കഴിഞ്ഞു. ഇപ്പോഴും ഓരോ കാരണം പറയാ, ഇഡിയറ്റ്. അഖിൽ, അങ്കിള് പറയുന്നത് കേട്ടൂടെ നിനക്ക്? പിന്നെ ജാനു, ഇന്നലെ നിന്റെ അച്ഛൻ വിളിച്ചിരുന്നു. കല്യാണത്തെ കുറിച്ചായിരുന്നു. ഹി വാണ്ട്സ് ടു ടോക്ക് ടു അബൌട്ട് യുവർ മാരേജ്. അങ്കിൾ, അതിനെന്താ, ഞാൻ റെഡിയാ. അഖിലിന് ഓക്കെ ആണെങ്കിൽ ഉടനെ തന്നെ കല്യാണം നടത്താം. കല്യാണം കഴിക്കാൻ ഞാനും റെഡിയാ, താലി കെട്ടാൻ അവനും റെഡിയാ. വാട്സ് അഖിൽ? അങ്കിൾ, ഈ അഖിൽ എന്താ കാണിക്കുന്നെന്ന് നോക്ക്. എന്താടാ? ജാമു കഴിക്കുന്ന ഷുഗർ. എന്നോടാവും കളിക്കാൻ നോക്കുന്നത്. എക്സ്ക്യൂസ് മീ. ഹലോ. സാഹിതി, ഞാൻ ജാനുവിന്റെ ഡാഡിന്റെ കൂടെയാ. നീ എന്തിനെങ്ങനെ എപ്പോഴും വിളിച്ചോണ്ടിരിക്കുന്നത്? അഖിൽ, 5 മിനിറ്റിൽ വിളിക്കാന്നാ നീ എന്നോട് പറഞ്ഞത്. നീ വിളിച്ചില്ലല്ലോ, അതുകൊണ്ടാ ഞാൻ വിളിച്ചത്. ഓ സോറി, ഞാൻ മറന്നുപോയി. ജാനുവിന്റെ കൂടെയാണല്ലോ അല്ലേ? ഞാൻ ഡിസ്റ്റർബ് ചെയ്തോ? സാഹിതി, ആർ യു മാഡ്? എന്തിനെങ്ങനെ സൈക്കോ പോലെ സംസാരിക്കുന്നത്? ഓ, ഞാൻ സൈക്കോയാണോ? ഞാൻ മാഡാണോ? ശരി അഖിൽ, വെറുതെ എന്തിനാ നീ റിസ്ക് എടുക്കുന്നേ? നീ ഒരു കാര്യം ചെയ്യ്, ഇനി നീ എന്നെ വിളിക്കരുത്, ഞാനും നിന്നെ വിളിക്കില്ല. ഓക്കെ ആണോ? ടേക്ക് കെയർ, എൻജോയ് വിത്ത് യുവർ ഗേൾ ഫ്രണ്ട്. God bless you, Janu. ഞാൻ പോയിട്ട് വരാം അങ്കിൾ. Have a safe journey. I'll miss you, uncle. I too miss you. അങ്കിൾ എന്നെ കാണാൻ വരണം കേട്ടോ. 100%. താങ്ക് യു. അഖിൽ, ഇവളെ കൊണ്ടുപോയി എയർപോർട്ടിൽ വിട്ടിട്ട് വാ. സൂക്ഷിച്ചു പോണം. ചെറുപ്പം മുതലേ തന്നെ ജാനുവിന് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ഞാനുമായിട്ടാ. സ്റ്റഡി ഹോളിഡേസിൽ എന്നെ കാണാൻ വേണ്ടി അവൾ അബ്രോഡിൽ നിന്ന് വന്നത്. എന്നെ കാണുമ്പോൾ ഏറ്റവും സന്തോഷപ്പെടുന്നത് ജാനു. ജാനുവിനെ കണ്ടാലേ ദേഷ്യം വരുന്നവൾ സാഹിതി. ഇവരെ രണ്ടുപേരെയും സഹിക്കുന്നവൻ ഞാൻ. ആ സമയത്താണ്
അഖിൽ അഖിൽ I love you, അഖിൽ. എന്താ പറ്റിയത്? നീ എന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നേ? ആക്ച്വലി എനിക്ക് നീ ജാനുവിനെ വിട്ട് വരുവോ ഇല്ലയോന്ന് ഭയങ്കര ടെൻഷനായിരുന്നു, ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ നീ വന്നല്ലോ. ഐ എം സോ ഹാപ്പി. നിനക്ക് ഇഷ്ടപ്പെടാനും പെർമിഷൻ തന്ന ആരാടി? അഖിൽ, സൈക്കോയാണോ നീ? സൈക്കോ ഞാനല്ല, നീയാ. ജാനു ജാനു ജാനു, അവളെ എന്തിനാണ് ഇതിലേക്ക് വലിച്ചിരിക്കുന്നത്? അവൾ എന്ത് തെറ്റാ ചെയ്തേ? നിനക്ക് ഫ്രണ്ട്ഷിപ്പിനും ലവിനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? അവൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങോട്ട് വരുന്നേ. അപ്പൊ അവളെ സ്വീകരിക്കുന്നത് തെറ്റാണോ? ഇതെങ്ങോട്ട് നോക്കിയേ. അവള് നിന്നെ മനസ്സിലാക്കുന്നത് പോലെ നീ അവളെ മനസ്സിലാക്കിയിട്ടില്ല. നീ എന്റെ ലൈഫ് ലോങ് മൊത്തം എന്റെ കൂടെ ഉണ്ടാവേണ്ട ആളാ. നീ എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നീയാണോ ഞാൻ ലവ് ചെയ്ത സാഹിത്യം ഓർക്കുമ്പോ എനിക്ക് എന്നെ വട്ടുപിടിക്കുക? അല്ല, നീ എന്റെ അഖിലല്ല. അവള് നിന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് ഒരുപാട് മാറ്റിയിരിക്കുന്നു. അതാ ശരി, നീ അവളോടൊപ്പം ഉള്ളത് നല്ലത്. എന്നെ കൺവിൻസ് ചെയ്തതിനേക്കാളും നിനക്ക് അവളോടൊപ്പം ഉള്ള കൺസേൺ ആണ് കൂടുതലായിട്ട് തോന്നുന്നത്. ഇതിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ അവളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. Enough, അഖിൽ. Let's break up. നോക്ക്, വിട്ടിട്ട് പോകുന്ന കാര്യം പറയരുത്. നിന്നെ ഇട്ടേച്ച് പോകാനല്ല ഞാൻ നിന്നെ സ്നേഹിച്ചത്. നോക്ക്, നിനക്ക് വഴക്കുണ്ടാക്കലും ഒടുക്കത്തെ ഡൗട്ടും. എനിക്കാണെങ്കിൽ നിന്നെ കല്യാണം കഴിച്ച് കുട്ടികളോടൊത്ത് ജീവിക്കണം എന്നുള്ള സ്വപ്നവും. ഇതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. ഹേയ്, അതൊക്കെ പോട്ടെ, നാളെ തന്നെ വേണം കല്യാണം കഴിക്കാം. അപ്പോഴെങ്കിലും നിനക്ക് എന്നിലുള്ള ഡൗട്ട് ഒന്ന് മാറുമെന്നറിയാലോ. നാളെ തന്നെ നമ്മുടെ കല്യാണം. മിസ് ചെയ്ത് വരണം. I'm sorry. Sahiti! Guess what? I'm in Bangalore! Sahiti? Sahiti, എന്താ പറ്റിയേ? നിനക്ക് എങ്ങനെ അത് ഉറപ്പിച്ച് പറയാൻ കഴിയും? ആരുടെ കൂടെയെങ്കിലും ക്ലോസ് ആയി മൂവ് ആയെന്ന് വെച്ച് അവൻ ഡൈവേർട്ട് ആയെന്നാണോ അർത്ഥം? ഇല്ലല്ലോ, നിനക്കറിയില്ല. അവൻ എന്റെ അഖിലല്ല. He's completely diverted. അതെയോ? നിനക്ക് അത്രയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്. നിന്റെ കല്യാണത്തിന് ഒരു ചെറിയ പോസ് വെക്ക്. നീ കുറച്ച് ദിവസത്തേക്ക് യുഎസിലേക്ക് പോയിട്ട് വാ. അവൻ എങ്ങനെയുള്ളവനാന്ന് ഞാൻ നിനക്ക് പ്രൂവ് ചെയ്യാം. മതി അഖിൽ, എന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ നമ്മുടെ റിലേഷൻഷിപ്പിൽ ഇത്രയും ഡിഫറൻസസ് നീ ക്രിയേറ്റ് ചെയ്തു. ആർക്കറിയാൻ, ഞാൻ അറിയാതെ നീ ഇനി എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന്. കല്യാണം കഴിക്കുന്ന സമയത്ത് എന്തിനെങ്ങനെയൊക്കെ പറയുന്നത്?
നോക്ക്, നിനക്ക് എന്നോട് അത്രമാത്രം ഡൗട്ട് ഉണ്ടെങ്കിൽ കല്യാണത്തിന് ശേഷം എല്ലാ ഡൗട്ടും പ്രൂവ് ചെയ്യാം. നീ അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ് പ്രൂവ് ചെയ്യാൻ ഞാൻ നിന്നെ കല്യാണം കഴിക്കണോ അഖിൽ? കല്യാണം എന്ന് പറഞ്ഞ എന്താണെന്നറിയോ നിനക്ക്? ഞാൻ എന്തിനാ ഇതൊക്കെ നിന്നോട് പറഞ്ഞോണ്ടിരിക്കുന്നെ? സ്നേഹം സ്നേഹിക്കുന്നവരടുത്തുനിന്ന് മാത്രമേ പ്രതീക്ഷിക്കാവൂ, അതുപയോഗിച്ച് കളിക്കുന്നവരുടെ അടുത്തൊന്നല്ല. എന്തൊക്കെ കളിയാ കളിക്കുന്നെന്ന് നിനക്കറിയാം, ആരോടൊപ്പോ കളിക്കുന്നെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. എന്ന് വെച്ചാ എല്ലാ തെറ്റും ഞാനാ ചെയ്തെന്നാണോ നീ പറയുന്നേ? അതൊക്കെ നീ തന്നെ പറയായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഒരു തവണ അനലൈസ് ചെയ്ത് നോക്കിക്കേ. സാഹിത്യ, നീ പഴയതൊക്കെ മറന്നോ? ആരും ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ രണ്ടുപേരും മാത്രം ഒരു അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിക്കണമെന്ന് നമ്മൾ രണ്ടുപേരും ആഗ്രഹിച്ചു. ഇന്നും നമ്മുടെ മുന്നിൽ ആരുമില്ല, നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇതാ ഇവിടെ ഒരു ചെറിയ അമ്പലമുണ്ട്. എന്നിട്ട് നിനക്കിത് സമ്മതമില്ലെന്നാണ് സാഹിത്യ പറയുന്നേ? എന്നോടുള്ള ദേഷ്യം കുറച്ചെങ്കിലും ഒന്ന് മാറ്റിവെക്കുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ കല്യാണം നടക്കും. പിന്നെയുള്ള നമ്മുടെ ഈ സന്തോഷകരമായ ജീവിതത്തിൽ ഇതൊന്നും ഓർക്കുക പോലുമില്ല സാഹിത്യ. നീ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറല്ല. അവസാനമായിട്ട് നിന്നെ കണ്ട് ഇതൊക്കെ പറഞ്ഞിട്ട് പോകാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. മോറോവർ, ഐ എം ലീവിംഗ് ടു യുഎസ് ടുനൈറ്റ്. ഗുഡ് ബൈ അഖിൽ. ഷോക്കിംഗ് ആയി എൻ്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് വന്നു. എന്റെ മോന്റെ ഒരു ജീവിതം. ഞാൻ തന്നെയാടാ നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. നീ ജീവിതം പഠിക്കുമെന്ന് കരുതി. ഞാൻ അങ്ങനെയായിരുന്നു ജീവിതം പഠിച്ചത്. ഡാ, നമ്മൾ ആഗ്രഹിച്ചതൊക്കെ നമുക്ക് കിട്ടിയാ പിന്നെ ജീവിതം എങ്ങനെ പഠിക്കും? നിനക്കറിയോ, നമ്മൾ ആഗ്രഹിച്ചതൊന്നും നമുക്ക് കിട്ടാതെ വരുമ്പോൾ നമ്മുടെ ഹൃദയം വേദന സഹിക്കാൻ പറ്റാതെ പിടയും. വേദനിക്കുമ്പോൾ പൊട്ടിത്തെറിക്കുന്നവനല്ല, അത് സഹിക്കാൻ അറിയുന്നവനാണ് യഥാർത്ഥ കാമുകൻ. നീ ഇപ്പം അതേ അവസ്ഥയിലാണുള്ളത്. ഇതുപോലെ ഒരു സാഹചര്യം ഫേസ് ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ യു ഷുഡ് ഫീൽ റിയലി റിയലി പ്രൗഡ്. ഞാൻ എന്തിനാ ഡാഡി പ്രൗഡാവുന്നേ? അങ്ങനെ എന്ത് സാഹചര്യം എന്റെ ജീവിതത്തിൽ ഉണ്ടായത്? എല്ലാം നഷ്ടപ്പെട്ട അനാഥനെ പോലെ ഞാൻ ഡാഡിയുടെ മുന്നിൽ നിൽക്കുന്നേ. എന്നിട്ടാണ് ഇങ്ങനെ പറയുന്നേ? എന്റെ പേര് മാത്രം അഖിൽ, അഖിൽ രാജ്. ഡാഡി ഒരു കാര്യം പറഞ്ഞില്ലേ, അത് കറക്റ്റാ. ജീവിതം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. ഇതിനുശേഷം എന്താ ചെയ്യേണ്ടെന്ന് എനിക്കൊരു എത്തും പിടിയില്ല ഡാഡ്. ഐ ആം എ ബിഗ് ലൂസർ. മോനെ, ജീവിതത്തിൽ ആരും ലൂസേഴ്സ് അല്ല. ഓരോന്നും ഓരോ പാഠങ്ങളാണ്. പഠിക്കാനും പഠിപ്പിക്കാനും ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അത് നീ മനസ്സിലാക്കിയിട്ടില്ല. അത് നിനക്ക് മനസ്സിലാവുമ്പോൾ എല്ലാം നീ പഠിച്ചെടുക്കും. അഖിൽ, ഈ ജീവിതത്തിൻ്റെ ചെറിയൊരു സീക്രട്ട് ഞാൻ പറയാം. ഈ വരുന്ന നവംബറിൽ നിനക്ക് 27 വയസ്സ് പൂർത്തിയാവും. ഈ 27 വർഷം ഓർത്തെടുക്കാൻ നിനക്ക് 5 സെക്കൻഡ്സ് പോരെ? അപ്പോൾ ഈ കഴിഞ്ഞ 27 വർഷം ഓർത്തെടുക്കാൻ വെറും 5 സെക്കൻഡ്സ് മാത്രം മതി. പഠിക്കാനും പഠിപ്പിക്കാനും ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ ഇതൊന്നും തന്നെ സ്ഥിരമല്ല. ബട്ട് ദ ഷോ മസ്റ്റ് ഗോ ഓൺ. കാലം ആർക്ക് വേണ്ടി കാത്തിരിക്കില്ല. ജീവിതം മനസ്സിലാക്കിയാൽ മാത്രമേ കാലത്തിനൊപ്പം മുന്നോട്ട് സഞ്ചരിക്കുവാൻ സാധിക്കൂ.
അഖിൽ, അടുത്ത് വന്നേ. അത് കണ്ടോ? അവനും നിന്നെ പോലെയാ. ഈ ലോകം മുഴുവൻ അവന് സുന്ദരൻ എന്ന് പറഞ്ഞാലും അവനും ഉണ്ടാവും ചെറിയൊരു വിഷമം. എന്താണെന്നറിയോ? അവൻ അവനെ കാണുന്നത് താഴെയുള്ള ഈ വെള്ളത്തിലാണ്. എന്ന് വെച്ച് ഈ വെള്ളം അവന് സ്വന്തമാവണമെന്നില്ല. നീയും അതുപോലെയാണ്, നിന്റെ കാഴ്ചപ്പാടും അതുപോലെയാണ്. എടാ, ഒരു തവണ തല ഉയർത്തി നോക്ക്, നിന്റെ സ്ഥാനം എവിടെയാണെന്ന് മനസ്സിലാവും. നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ എവിടെയാണേലും കണ്ടെത്താൻ പറ്റും. ഞാൻ നിന്നെ ഉപദേശിക്കുമല്ല, നീ ആരാണെന്ന് നിനക്ക് മനസ്സിലാക്കി തരാൻ ഒന്ന് പരിശ്രമിച്ചു എന്ന് മാത്രം. വാങ്ങിച്ചോ. ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കാൻ നോക്കുമോ? ഒന്നും പറയാതിരുന്നത്? എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? എവിടെയാ പോയത്? ഞാൻ എഴുതിയ ഡയറി എവിടെ പോയി? എന്തുകൊണ്ടാ ഇവള് ഫോൺ ചെയ്ത് എടുക്കാത്തെ? ഐ ലവ് യു അഖിൽ. ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കാൻ നോക്കുമോ? മോനെ അഖിൽ, ഞാൻ പറഞ്ഞൊക്കെ ആലോചിച്ച് നോക്കിയോ? ഇന്നെങ്കിലും വീട്ടിലേക്ക് വരുമോ? ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. അത് ഒരു ചെറിയ വർക്ക് പെൻഡിങ്ങിലുണ്ട്, അത് തീർത്തിട്ട് ഞാൻ പെട്ടെന്ന് വരാം. ഓക്കെ, ആസ് യു വിഷ്. മാഡം, സാഹിത്യം നിങ്ങളല്ലേ? അതെ. ഒരു പാർസൽ വന്നിട്ടുണ്ട്. താങ്ക് യു മാഡം. നീ ആരാന്ന് ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ നീ എന്റെ മനസ്സിൽ കയറിക്കൂടി. എന്നെങ്കിലും ഒരു ദിവസം നിന്നോട് ഉറപ്പായും ഞാൻ എന്റെ ഇഷ്ടം തുറന്നു പറയും. I love you, Akhil. I'm sorry, Sahiti. Thank you. Oh, shit. സാഹിത്യ വിളിച്ചിരുന്നല്ലോ. സോറി സാഹിതി, നീ കുറെ തവണ വിളിച്ചല്ലേ? ഞാൻ കുറച്ച് ബിസി
ഇൻഫാക്ട് ഞാനൊരു ഇമ്പോർട്ടന്റ് ആയ സാധനം മിസ് ചെയ്തു. അതാ അന്വേഷിച്ചോണ്ടിരുന്നത്. ഐ നോ വാട്ട്സ് ഇമ്പോർട്ടന്റ് ഫോർ യു. സാഹിതി, ആ ഇമ്പോർട്ടന്റ് ആയ സാധനം ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. അഖിൽ എനിക്കത് ഗിഫ്റ്റ് ചെയ്തിരിക്കുക. നിന്റെ പെർമിഷൻ ഇല്ലാതെ നിന്റെ ഡയറി എനിക്ക് വായിക്കേണ്ടി വന്നു. ഐ നെവർ എക്സ്പെക്ടഡ് ദിസ് ഫ്രം യു. Hi Sahithi, how are you? Hey, I'm good. How are you? I'm good. അല്ല, നീ എന്തെവിടെ? That's my husband. After marriage ഇവിടെ സെറ്റിലായി. അല്ല, നീ എന്താ ഇവിടെ? ഞാനിവിടെ കുറച്ച് ബിസിനസ് വർക്കിന് വേണ്ടി വന്നതാ. അല്ല, നമ്മുടെ ലാവണ്യ ഇപ്പൊ എവിടെയാ? Hey, you wanna see her? Yeah. Wait. Cut it. Shot okay? Hi. What a surprise. എന്തു പറയുന്നു? സുഖായിരിക്കുന്നു. ഓക്കെ, ഗസ് ചെയ്തേ എന്റെ കൂടെ ആരാ ഉള്ളെന്ന്? Hey, love. Hi. Hi, Akhil. ണെന്ന് തോന്നി. പക്ഷേ എൻ്റെ അച്ഛൻ ചോദിച്ച ചോദ്യത്തിന് ഞാൻ കൊടുത്ത മറുപടി ജാനു, മൈ ഫ്രണ്ട് ഫോർ ലൈഫ്. അന്നും അങ്ങനെയായിരുന്നു. ഇനി എല്ലാ കാലത്തും എൻ്റെ ലൈഫിൽ അവൾ എന്നോടൊപ്പം ഉണ്ടാവും.
അമ്മേ, അക്കീര എന്ന് പറഞ്ഞാൽ എന്താ അമ്മേ? മോനെ, ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടങ്ങളും നഷ്ടങ്ങളും വേദനയും ആഗ്രഹങ്ങളും നിരാശകളും എല്ലാം ഒരേ രീതിയിൽ സ്വീകരിച്ച് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും ആരാണോ മുന്നോട്ടു പോകുന്നത് അവരാണ് അക്കീര. അന്നെനിക്ക് അമ്മ പറഞ്ഞു തന്ന ഓരോ വാക്കുകളും വെറും വാക്കായിരുന്നില്ല. എൻ്റെ ജീവിതം അമ്മ പറഞ്ഞ പോലെ തന്നെ എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞു. സോ ഇന്നു മുതൽ എൻ്റെ പേര് അകിര.